വിനീത പ്രണാമം എല്ലാവർക്കും. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയം. അതെനിക്കറിയാം, ഈ സദസ്സിലല്ലാതെ വേറൊരു സദസ്സിൽ അതറിയിക്കാൻ ശ്രമിച്ചാൽ പൂർണ്ണമായിട്ടും വിജയിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് പതിവായിട്ട് പലരും പറയുന്ന വിഷയത്തിൽ നിന്ന് തികച്ചും ഭിന്നമായിട്ട് നമ്മുടെ പൂർവികർ നമുക്കായിട്ട് തന്നിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഏതാണെന്ന്, എന്തെല്ലാമാണെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ അത് ജീവിതത്തിൽ ഒരിക്കൽ പേരെങ്കിലും വായിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പുണ്യം നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞാണ് 1.25 മണിക്കൂറാണ് അനുവദിച്ചിരിക്കുന്നത്. എങ്കിലും ഒരു 15 മിനിറ്റ് കൂടി അത്യാവശ്യമാണെങ്കിൽ കൂടുതലായിട്ട് എടുത്തുകൊള്ളാൻ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചു. എന്നാലും നിങ്ങളുടെ എല്ലാവരുടെ സദസ്സിനേക്കാളും എന്നെ അനുനിമിഷം ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന 1 മീറ്റർ ഡയമീറ്ററുള്ള ക്ലോക്കാണ്. ഇപ്പം സമയം ഞാൻ കൂടുതൽ അപ്പുറത്തേക്ക് പോവില്ല. പക്ഷേ വളരെ ഡീറ്റെയിലായിട്ട് ഈ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കില്ല. അതിന് കാരണം വർഷങ്ങളോളം എടുത്താലും തീരാത്ത വിഷയമാണ് ഓരോന്നും. അതുകൊണ്ട് ഞാൻ ഈ 1.25 അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ 42 പോയിന്റുകൾ കയ്യിലുള്ളതിൽ എത്ര സാധിക്കുമോ അത്ര പറഞ്ഞ് ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്കായിട്ട് ഒന്ന് വായിച്ചെങ്കിലും നോക്കുക. ഞാൻ ഇന്നെടുക്കുന്ന ക്ലാസ് ആവേശകരമായിരിക്കില്ല, രസകരമായിരിക്കില്ല. മറിച്ച് ഈ ക്ലാസ്സിനും തുടങ്ങുമ്പോഴും തീരുമ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഈ 42 വിഷയങ്ങൾ ഒരു പക്ഷേ ഗോപാലകൃഷ്ണൻ അല്ലാതെ വേറെ ആരും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കില്ല. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള വേദികളിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കില്ല. ഇപ്പം എനിക്ക് തോന്നി എല്ലാവരും ഭാഗവതത്തെക്കുറിച്ചും മഹാഭാരതത്തെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും എല്ലാം പറയുന്നു. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ, മുസ്ലിമിന് ഒരു ഗ്രന്ഥമേ ഉള്ളൂ, ബുദ്ധമതക്കാർക്ക് ഒരു ഗ്രന്ഥമേ ഉള്ളൂ. ഹിന്ദുവിന് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി നമുക്ക് തന്ന ആ ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് അതിൻ്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് മിനിമം റിക്വയർമെന്റ് ഓഫ് ഹിന്ദുസ്, ഹൈന്ദവ ജനതയുടെ മിനിമം അവകാശമാണ് എന്ന് മാത്രം. അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കൾക്ക് 2000-ഓളം ഉണ്ട്, സംസ്കൃതത്തിൽ എഴുതിയത്. അതിൻ്റെ സംസ്കൃതത്തിലുള്ള വ്യാഖ്യാനങ്ങൾ 10,000-ഓളം ആധികാരിക ഗ്രന്ഥങ്ങളുണ്ട്. ഭാരതീയമായ 22 ഭാഷകളിൽ എഴുതിയ 1,00,000-ഓളം ഉപാഖ്യാനങ്ങളുണ്ട്. 1,00,000-ഓളം ഉപാഖ്യാനങ്ങൾ. ഈ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ ആവശ്യം എന്തായിരുന്നു? ഒരു ഗ്രന്ഥത്തിലൂടെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധിക്കില്ലെന്ന് നമ്മുടെ പൂർവികർക്കറിയാമായിരുന്നു. ഒരു ഗ്രന്ഥത്തിലൂടെ മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധിക്കില്ല. ഒരു ആചാര്യൻ വിചാരിച്ചാലും മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും കൊടുക്കാൻ സാധിക്കില്ല.
ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഗ്രന്ഥം എല്ലാ കാലഘട്ടത്തിലേക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആവില്ല. ഒരു വിഷയമല്ല മനുഷ്യന് താല്പര്യമുള്ളത്. അതുകൊണ്ട് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി, ആ ഗ്രന്ഥങ്ങൾ പഠിച്ച് നമ്മളുടെ മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം, ഈ ആറെണ്ണത്തെ അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുള്ളൊരു പ്രയാണം. അതാണ് ഹൈന്ദവ ജനതയുടെ ജീവിതചര്യ. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകലാണ് ജീവിതം. Preparation for living is not life. Experience of living is life. ആ ജീവിതത്തിൽ സുഖവും ദുഃഖവും, ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും, അഭിനന്ദനങ്ങളും അവഹേളനങ്ങളും, ജനനവും മരണവും എല്ലാം ഉണ്ട്. അതെല്ലാം അനുഭവിച്ചുകൊണ്ട് ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്കുള്ള ഒരു കാവ്യ പുസ്തക പാരായണം. അതാണ് അനഘഗ്രന്ഥം ഇതാരോ തന്നു, മർത്യന്റെ മുന്നിൽ തുറന്നു വെച്ചു. ആ ഗ്രന്ഥം ആസ്വദിച്ചിടണം ഓരോ വരിയും. ആനന്ദ സന്ദേശ രസമധുരം. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. ആ അന്ധകാരം എന്ന മരണത്തിന് മുമ്പ് എനിക്കും നിങ്ങൾക്കും എത്രത്തോളം നമ്മുടെ ജീവിതത്തെ യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ആക്കാൻ സാധിക്കുമോ, പ്രയോജനപ്രദമായൊരു ജീവിതം, ലക്ഷ്യബോധമുള്ളൊരു ജീവിതം, ഫലപ്രദമായൊരു ജീവിതം, അർത്ഥവത്തായൊരു ജീവിതമാക്കാൻ സാധിക്കുമെങ്കിൽ, ഓർമ്മിക്കുക, മഹാകവി ഉള്ളൂര് പറഞ്ഞതുപോലെ, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നമ്മുടെ സ്വർഗവും നരകവും പുറത്തു നിന്ന് ആരുമല്ല തരുന്നത്, നമ്മുടെ തന്നെ കർമ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ജീവിത പ്രയാണത്തില് ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ്, തിങ്കിങ് ആൻഡ് ദെൻ പ്രാക്ടീസിങ്, കഴിയുന്നത്രയും നന്മകളും തിന്മകളും കേൾക്കുക, നന്മകളും തിന്മകളും കാണുക, നന്മകളും തിന്മകളും ചർച്ച ചെയ്യുക, നന്മകളും തിന്മകളും ചിന്തിക്കുക, അതിൽ നിന്ന് നന്മകൾ ജീവിതത്തിൽ പകർത്തി ചരൈവേദി 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 മുമ്പോട്ട് പ്രയാണം ചെയ്യുക. ഓർമ്മിക്കുക, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങള്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലങ്ങള് താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന ആ ഉജ്ജ്വലമായ സന്ദേശം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച്, നമ്മുടെ പൂർവീകരെഴുതിയ ഗ്രന്ഥങ്ങൾക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളുടെ ജീവിതത്തെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അശാന്തിയിൽ നിന്ന്
ശാന്തിയിലേക്ക് കൊണ്ടുപോകാൻ അതിനകത്ത് ആചാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, സങ്കല്പങ്ങളുണ്ട്, കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇതില് എത്ര ഉൾക്കൊള്ളാൻ സാധിക്കുമോ അത്രയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അഭ്യർത്ഥന കൂടി ഗോപാലകൃഷ്ണൻ നടത്തുന്നു. കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എത്ര സാധിക്കുന്നുവോ അത്രയും. കഴിഞ്ഞ തലമുറ വരെ നമ്മുടെ പൂർവികര് സംരക്ഷിച്ചത് ഒരു വിഷയമെങ്കിലും കുറച്ചെങ്കിലും പഠിച്ച് അടുത്ത തലമുറയ്ക്ക് ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നതിനു മുമ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ നോട്ടിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു, 1, 2, 3, 4 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതിനകത്തുണ്ട്. ജീവിതത്തിലെ പ്രയാണത്തിൽ ലഭിക്കുന്ന സമയത്തിന്റെ ഉള്ളിലിരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു അബദ്ധമാണ് എന്ന് ന്യായീകരിക്കുന്നില്ല. ഇനി വരുന്ന നോട്ടുകളിലും ഇതേപോലെയുള്ള നോട്ടീസിലും ഇനിയും തെറ്റുണ്ടാവും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കഴിയുന്നത്രയും ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്, പറ്റാറില്ല പലപ്പോഴും. 2 ബണ്ടില് നോട്ട് കൊണ്ടുവന്നതിൽ ഒരു ബണ്ടില് തന്നെ മാറിപ്പോയി. എല്ലാവർക്കും നോട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. കിട്ടാത്തവരുണ്ടെങ്കിൽ കൈ ഉയർത്തണം, അവിടെ നിന്ന് തരുമെന്ന് തോന്നുന്നു. ഇനി ഞാൻ ഈ നോട്ടില്ലാതെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ഉറപ്പാണ്. നോട്ടില്ലാതെ ക്ലാസ് മനസ്സിലാവില്ല. നോട്ട് വെച്ചുകൊണ്ട് തന്നെ പഠിക്കുമ്പോഴും വിരസമാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പരമപവിത്രമായ ഭാരതമാതാവിൻ്റെ ധന്യമായ പൈതൃകത്തിൻ്റെ ഞാൻ ചിലപ്പോ എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ എന്ന് പറയാറുണ്ട്. ഈ ഭാരതത്തെ ഇതേപോലെ നിലനിർത്തിയ പ്രകൃതി ശക്തിക്കും ഈ സംസ്കാരത്തെ സമുജ്വലമാക്കി നിർത്തിയ മഹായോഗീവര്യന്മാർക്കും എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ഭാരതത്തിൽ വന്ന് ഈ ജീവിതം ആസ്വദിക്കാൻ അനുഗ്രഹം ചൊരിഞ്ഞ നമ്മുടെ മാതാപിതാക്കന്മാർക്കും അവരുടെ മാതാപിതാക്കളായ പിതൃക്കൾക്കും എൻ്റെ അകത്തുള്ള ശക്തിക്കും എൻ്റെ പുറത്തുള്ള ശക്തിക്കും നിത്യവും 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 ഞാൻ പ്രണാമം അർപ്പിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ ചൈതന്യത്തിൻ്റെ പരിണതഫലമാണ് സനാതനധർമ്മ പഠനം. 5 സനാതനധർമ്മത്തിൻ്റെ പ്രധാന ഗ്രന്ഥശാഖകള്. 1 വേദങ്ങള്. വേദം എന്ന വാക്കിന്റെ അർത്ഥം അറിവ്. സനാതനധർമ്മത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് വേദങ്ങള്. ലോകത്തിൽ എല്ലായിടത്തും ലോവർ ക്വാളിറ്റിയുള്ള ഗ്രന്ഥങ്ങളാണ് ആദ്യം ഉണ്ടായത്. അതിൽ നിന്ന് ഹയർ ക്വാളിറ്റിയുള്ള ഗ്രന്ഥങ്ങളിലേക്കാണ് ഈ ഗ്രന്ഥങ്ങളുടെ പരിണാമം. അതിന്റെ പേരാണ് എവല്യൂഷൻ. ഭാരതത്തിൽ ആദ്യം ഉണ്ടായത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങള് വേദങ്ങള്. അത് കൃതയുഗത്തിലോ അപ്പുറത്തോ. അതിനുശേഷം ത്രേതായുഗത്തിൽ രാമായണം കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തു. കുറെ കൂടി സിംപ്ലിഫൈ ചെയ്ത മഹാഭാരതം ദ്വാപരയുഗത്തില്. കുറെ കൂടി സിംപ്ലിഫൈ ചെയ്ത പുരാണങ്ങള് കലിയുഗത്തിന്റെ ആരംഭം മുതൽക്ക് ഇങ്ങോട്ട്. ഭാരതത്തിൽ മാത്രമാണ് ഗ്രന്ഥങ്ങള് ഡെവല്യൂഷൻ. ആ വാക്ക് ഓർമ്മിക്കുക. ലോകത്തിലെല്ലായിടത്തും എവല്യൂഷൻ, ഭാരതത്തിൽ മാത്രം ഡെവല്യൂഷൻ. DEVOLUTION. ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് ഗംഗോത്രിയും യമുനോത്രിയും പോലെ അങ്ങ്
ഒഴുകി വന്നു. ഋഗ്വേദം സമഗ്രമായ ജ്ഞാനകാന്ഡം 209ഓളം ഋഷിവര്യന്മാര്, അപൗരുഷേയരായ ഋഷിവര്യന്മാര്, അർത്ഥം സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അവരെ അപൗരുഷേയം എന്ന് പറയുന്നു. അനാദിയായ വേദം എന്നാ വേദം എഴുതിയതെന്ന് കൃത്യമായിട്ട് ആർക്കും അറിഞ്ഞൂടാ. മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാര് ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസത്തെ കണ്ണുകൊണ്ട് കണ്ട് കുമാരനാശാൻ വീണപൂവ് എന്ന കാവ്യം എഴുതിയതുപോലെ പ്രകൃതിയിലെ പ്രപഞ്ചത്തെ പ്രതിഭാസ കണ്ടെഴുതിയ ആയിരക്കണക്കിന് മന്ത്രങ്ങളെ വേദവ്യാസൻ 4ആയിട്ട് തിരിച്ചു. അതില് അറിവ് പകരുന്ന, ജ്ഞാനം മാത്രം പകരുന്ന മന്ത്രങ്ങളെ ഋഗ്വേദത്തിൽ അടുക്കി. ഒന്ന് വായിക്കാം. സമഗ്രമായ ജ്ഞാനകാന്ഡം മനസ്സ്, ശരീരം, കുടുംബം, സംസ്കാരം, സമൂഹം, രാഷ്ട്രം ഇവയുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങൾക്കും ശാശ്വത നന്മയ്ക്കായുള്ള മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. 25 ശാഖകൾ ഋഗ്വേദത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് 4 എണ്ണമേ ഉള്ളൂ. ബാക്കി 21 എണ്ണം നഷ്ടപ്പെട്ടു. ഈ 209 ഋഷിവര്യന്മാരെഴുതിയ മന്ത്രങ്ങളില് യാഗങ്ങളും യജ്ഞങ്ങളും നടത്താൻ ആവശ്യമായിട്ടുള്ള മന്ത്രങ്ങളെ വേദവ്യാസനും കുലത്തിൽപ്പെട്ടവരും യജുർവേദത്തിൽ അടുക്കി വെച്ചു. അടുത്തത് വായിക്കാം. ആ യജുർവേദത്തെ 2ആയിട്ട് തിരിക്കുക. പദ്യഭാഗങ്ങൾ അടങ്ങുന്ന, ഗദ്യഭാഗങ്ങൾ അടങ്ങുന്ന പദ്യം മാത്രമുള്ളത് ശുക്ല യജുർവേദം, പദ്യവും ഗദ്യവുമുള്ളത് കൃഷ്ണ യജുർവേദം. 2 യജുർവേദമാണ്. കൃഷ്ണ യജുർവേദത്തില് പ്രോസും പോയവുമുണ്ട്. അതൊന്ന് വായിക്കാം. ഗദ്യവും പദ്യവും ചേർന്ന് വൈവിധ്യമാർന്ന വിഷയങ്ങളും അനവധി ശാഖകളുമുള്ള യാഗങ്ങൾ, യാഗകർമ്മത്തിനായുള്ള കർമ്മകാന്ഡങ്ങളാണ് അതിലുള്ളത്. ഏതാണ്ട് 100 എന്ന ചില പുസ്തകത്തില്, 106 എന്ന ചില പുസ്തകത്തില്, അത്രയും ശ്ലാഘകളുള്ളതില് 38 എണ്ണമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളത് അപ്രത്യക്ഷമായി. മൂന്നാമത്തേത് 40 അധ്യായങ്ങള് പദ്യം മാത്രമുള്ള ആ ഉജ്ജ്വലങ്ങളായ യാഗങ്ങൾക്ക് വേണ്ടിയുള്ള മന്ത്രങ്ങള്. 40-ാം അധ്യായം ഈശാവാസ്യോപനിഷത്ത്, അത് ചേർത്ത് ഉള്ള ശുക്ല യജുർവേദം. 3-ാമത്തെ വരി ഒന്ന് വായിക്കാം. യാഗകർമ്മങ്ങൾക്കായുള്ള ഗദ്യങ്ങളില്ലാതെ പദ്യങ്ങൾ മാത്രമുള്ള സമുജ്വലമായ ആ ഉജ്ജ്വലം എന്ന വാക്ക് അൺകമ്പയറബിളി ഗ്രേറ്റസ്റ്റ് വേദമാണ് ശുക്ല യജുർവേദം. അതിൽ സ്പിരിച്വാലിറ്റി മാത്രമല്ല, പ്യുവർ സയൻസും ടെക്നോളജിയുമുണ്ട്. അതില് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക്കൽ പ്രോഗ്രഷൻ, ഏകാചമേ, തിസ്രശ്ചമേ, പഞ്ചചമേ, സപ്തചമ, നവചമ, ഏകാദശചമേ, അനന്തമായ നമ്പർ BC 4000-നപ്പുറം എഴുതിയൊരു ഗ്രന്ഥം. 10⁻39 വരെയുള്ള സംഖ്യ പേരുകൊടുത്തെഴുതിയൊരു ഗ്രന്ഥം. AD 950 വരെ യൂറോപ്യന്മാർക്ക് 4-5 അക്കങ്ങളിൽ കൂടുതലുള്ള നമ്പർ എഴുതാൻ അറിയാമായിരുന്നില്ല. BC 4000-നപ്പുറത്ത് സാധിച്ചിരുന്നു. ജ്ഞാന വിജ്ഞാന സമ്മിശ്രമായ മന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്നു 2 ശാഖകളുള്ള ശുക്ല യജുർവേദം.
ഭാരതത്തിലെ വേദമന്ത്രങ്ങള് ആരും മലയാളത്തിലേക്ക് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് 8,000 പേരെ വേദം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ആ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി ഈ ശുക്ലയജുർവേദം മലയാള ഭാഷയിലേക്ക് സ്വരത്തോടുകൂടി ചേർത്ത് 40 അധ്യായങ്ങളും എഴുതിയ പുസ്തകം അവിടെയുണ്ട്. വലിയ പുസ്തകം. ആരും ഇന്ത്യയില് റീജിയണൽ ലാംഗ്വേജിലേക്ക് വേദത്തിനെ സ്വരത്തോടുകൂടി ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തിട്ടില്ല. അത് നല്ല രീതിയിൽ വളരെയധികം അപ്രീസിയേഷനോടുകൂടി ചെയ്യാൻ ജഗദീശ്വരനും ഭാരത മാതാവും അനുഗ്രഹിച്ചു. അടുത്തത് സാമവേദം, ഋഗ്വേദം, ജ്ഞാനകാന്ഡം, കൃഷ്ണയജുർവേദവും ശുക്ലയജുർവേദവും, യാഗയജ്ഞങ്ങൾ ചെയ്യാനുള്ള കർമ്മകാന്ഡം, യാഗശാലയില് യാഗം നടത്തുമ്പോൾ അവിടെ സന്നിഹിതരാകുന്നു എന്ന് പറയുന്ന ദേവതമാരെ ആനന്ദിപ്പിക്കാൻ 5500 മന്ത്രങ്ങൾ ചേർന്ന് സാമഗാനരൂപത്തിൽ ഋഗ്വേദ മന്ത്രങ്ങൾ ആലപിച്ചത് സാമവേദം. വേദാനാം സമവേദോസ്മി എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. നീട്ടി വലിച്ച് വഞ്ചിപ്പാട്ട് മാതിരി 14 സ്വരത്തോടുകൂടിയ സാമവേദം ചൊല്ലാൻ കഴിവുള്ള ഒരാളായിരുന്നു 1 മാസം മുമ്പ് മരിച്ചുപോയ ബാലമുരളീകൃഷ്ണ ഡോക്ടർ. ഇപ്പൊ കുറച്ചു പേരുണ്ട്. VSSCയിലെ ശാസ്ത്രജ്ഞന്മാര് 150 പേര് ഊഹഗാനവും ഊഖ്യഗാനവും ഗ്രാമഗേയ ഗാനവും ആരണ്യഗേയ ഗാനവും ചേർന്ന വിവരണങ്ങൾക്കുള്ളിൽ പെടുത്താൻ സാധിക്കാത്ത സാമവേദം, അത്രയും ഉജ്ജ്വലമായ സാമവേദം യാഗശാലയില് ആലപിക്കുന്നു. ഒന്നത് വായിക്കാം. ഋഗ്വേദീയ മന്ത്രങ്ങള്, പിന്നെ ഒരു 50ഓളം യജുർവേദ മന്ത്രങ്ങളും അതിനകത്ത് ചേർക്കാം. ഋഗ്വേദീയ മന്ത്രങ്ങള് യാഗശാലയില് ഗാനരൂപത്തിൽ ആലപിക്കുന്ന സാമഗാനങ്ങൾ അടങ്ങുന്നതാണ് സാമവേദം. ഗ്രാമങ്ങളിൽ നടക്കുന്ന യാഗങ്ങളിൽ ആലപിക്കേണ്ട ഗ്രാമഗേയ ഗാനം, കാടുകളില് ആരണ്യത്തില് യാഗം നടത്തുകയാണെങ്കിൽ അവിടെ ആലപിക്കേണ്ട ആരണ്യഗേയ ഗാനം, പുറത്ത് ശബ്ദം വരാതെ ആലപിക്കേണ്ട ഊഹഗാനം, ചുണ്ടുമാത്രം അനക്കിക്കൊണ്ട് ആലപിക്കേണ്ട ഊഹ്യഗാനം. ഇന്നത് അറിയാവുന്നവരെത്ര പേരുണ്ടെന്ന് അറിഞ്ഞൂടാ. ഒരു കാര്യം ഉറപ്പാണ്, ആരണ്യഗേയ ഗാനം ആലപിക്കാൻ അറിയാവുന്നവര് ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു 11 പേര് ആലപിച്ചാൽ ഇവിടെ പക്ഷികൾ വരുമെന്നുള്ളത് ഉറപ്പാ. അത്ര പെർഫെക്ഷൻ സാമവേദത്തിലെ ഗ്രാമഗേയ ഗാനങ്ങൾക്കും ആരണ്യഗേയ ഗാനങ്ങൾക്കും ഉണ്ട്. നിർഭാഗ്യവശാൽ 1000 ശാഖകളുള്ള സാമവേദത്തിലെ 11 ശാഖകളെ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. 5 അഥർവവേദം, സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങള്. അതില് കാർഷികമായ കൃഷി, രോഗനിവാരണം, അങ്ങനെ രാജ്യാരോഹണം, വാഹനങ്ങളിലേക്ക് കയറുന്നത്, രഥാരോഹണം, മനസ്സിനെ പാകം ചെയ്ത് വേദമന്ത്രങ്ങൾ കേട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റിലൂടെ തലച്ചോറിനകത്ത് 24 തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാക്കി തലച്ചോറിന്റെ പ്രവർത്തനവും ഹാർട്ടിന്റെ പ്രവർത്തനവും ബ്ലഡ് വെസൽസിന്റെ പ്രവർത്തനവും
അഡ്രിനാലിൻ ഉണ്ടാക്കുന്നതും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന 5 എണ്ണം കൺട്രോൾ ചെയ്ത് ബ്രെയിൻ മൂവ്മെന്റ്, ബ്രെയിനിന്റെ വേവ് ലെങ്ത് 13.8 സൈക്കിൾസ് പെർ സെക്കൻഡിൽ നിലനിർത്തി, ഹാർട്ട് ബീറ്റ് പെർഫെക്റ്റ് ആക്കി, ബ്ലഡ് പ്രഷർ പെർഫെക്റ്റ് ആക്കി, കൊളസ്ട്രോളിന്റെ ലെവല് 180-ൽ താഴെ നിലനിർത്തി, അഡ്രിനാലിന്റെ ലെവല് 14-ൽ താഴെ നിലനിർത്തി, ആ ശരീരത്തെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റിലൂടെ നോർമലൈസ് ചെയ്യാൻ കഴിവുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ അടങ്ങുന്ന അഥർവവേദം. 5-ാമത്തെ പോയിന്റ് ഒന്ന് വായിക്കാം. സാധാരണ ജനതയുമായി ബന്ധപ്പെട്ട കൃഷി, രോഗം, രോഗനിവാരണം, ഔഷധികള്, ഔഷധം സേവിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങള്, പ്രാർത്ഥന, രാജാവുമായി ബന്ധപ്പെട്ട ചടങ്ങുകള്, ശത്രുനാശനം, കൃമിനാശനം, രോഗാണുക്കളുടെ നാശനം, ഇവയെല്ലാമായി ബന്ധപ്പെട്ട 5000-ഓളം സൂക്തങ്ങളാണ് അഥർവവേദത്തിലുള്ളത്. 50 ശാഖകളുള്ളതില് ഒരു ശാഖയെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. 2 എണ്ണമുണ്ട് എന്ന് ചിലര് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ശാഖയെ അവൈലബിൾ ആയിട്ടുള്ളൂ. 2-ാമത്തെ പാർട്ട് ബ്രാഹ്മണ ഗ്രന്ഥങ്ങള്, യാഗകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ചടങ്ങുകള്, അതിൻ്റെ വഴികള്, യാഗത്തിൻ്റെ രീതികള്, ചെറിയ ചെറിയ അബ്സ്ട്രാക്റ്റ് ആയിട്ട് പോയിന്റായിട്ട് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങള്. ആ പേര് ബ്രാഹ്മണനുമായിട്ട് ഒരു ബന്ധവും അതിനില്ല. ബ്രാഹ്മണം എന്ന വാക്ക് പൊതുവെ ഗദ്യം എന്ന വാക്കിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗദ്യം, പ്രോസ്. ആ വരി ഒന്ന് വായിക്കാം. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ പ്രധാനമായി യാഗയജ്ഞങ്ങൾ വിവരിക്കുന്നു. ഇത് വേദത്തോട് ചേർന്നും മിക്കവാറും വേദത്തിൽ നിന്ന് പ്രത്യേകമായി വേറിട്ടും വരാവുന്നതാണ്. പ്രധാനമായും ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ഗദ്യങ്ങളാണ്. ഭൗതിക നന്മയ്ക്കായിട്ടുള്ള കാമ്യേഷ്ടികള്, ആഗ്രഹപൂർത്തികരണത്തിന് വേണ്ടിയുള്ള യാഗങ്ങളുടെ പേരാണ് കാമ്യേഷ്ടികളാണ് ബ്രാഹ്മണങ്ങളിൽ വിവരിക്കുന്നത്. 6-ാമത്തെ പോയിന്റ് ഐതരേയ ബ്രാഹ്മണം. കുടമുണ്ടാക്കുന്ന കൊശവന്റെ കുലത്തില് ഇതര എന്ന വേശ്യാസ്ത്രീയിൽ ജനിച്ച മഹാപണ്ഡിതനായ ഋഷിവര്യനാണ് മഹീദാസ ഐതരേയൻ. ആ മഹീദാസ ഐതരേയൻ എഴുതിയ ബ്രാഹ്മണ ഗ്രന്ഥമാണ് ഐതരേയ ബ്രാഹ്മണം. നല്ല സംസ്കൃത പണ്ഡിതന്മാര് വായിച്ചാലും കരഞ്ഞു പോകുന്നൊരു ഗ്രന്ഥമാണത്. കാരണം ഒരക്ഷരവും മനസ്സിലാവില്ല. ഐതരേയ ബ്രാഹ്മണം, സാംഖ്യായന ബ്രാഹ്മണം, ഇത് രണ്ടും ഇന്ന് അവൈലബിൾ ആണ്. പാർട്ടായിട്ട് കൗശീതകി ബ്രാഹ്മണവും അവൈലബിൾ ആണ്. ഇപ്പൊ ഋഗ്വേദത്തിന്റെ ബ്രാഹ്മണങ്ങൾ ഏതാണെന്ന് ഐതരേയ ബ്രാഹ്മണം, സാംഖ്യായന ബ്രാഹ്മണം, കൗശീതകി ബ്രാഹ്മണം, കൃഷ്ണയജുർവേദീയ ബ്രാഹ്മണം, തൈത്തരീയ ബ്രാഹ്മണം,
മൈത്രായണീയ ബ്രാഹ്മണം. ഇത് രണ്ടും കൃഷ്ണയജുർവേദത്തിൽപ്പെട്ട വേദപണ്ഡിതന്മാര് അനുഷ്ഠിക്കേണ്ട യാഗകർമ്മങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. കൃഷ്ണയജുർവേദത്തിൽപ്പെട്ട പണ്ഡിതന്മാർ അനുഷ്ഠിക്കുന്ന യാഗകർമ്മങ്ങളെ കുറിച്ച് വിവരിക്കുന്നത് കൊണ്ടാണ് അതിനെ കൃഷ്ണയജുർവേദീയ ബ്രാഹ്മണമെന്ന് പറയുന്നത്. അടുത്തത് ശുക്ലയജുർവേദീയ ബ്രാഹ്മണം, ശതപഥ ബ്രാഹ്മണം. ശതം 100, പദം അധ്യായം. ശതപഥ ബ്രാഹ്മണം പദാനുപദമായിട്ട് യാഗകർമ്മങ്ങളുടെ വിവരണം. അതുകൂടാതെ അനവധി ചരിത്ര വസ്തുതകളും ഇതിൽ ഉൾപ്പെടുന്നു. ഒരു അഭിമാനാർഹമായ കാര്യം, സ്വതന്ത്ര ഭാരതത്തില് ചരിത്രകാരന്മാര്, ഹിസ്റ്റോറിയൻസ് ഭാരതത്തിന്റെ ചരിത്രം എഴുതിയത് ഈ ശതപഥ ബ്രാഹ്മണവും അഥർവവേദത്തിന്റെ ഗോപഥ ബ്രാഹ്മണവും വായിച്ചിട്ടാണ്. നിർഭാഗ്യവശാൽ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കൊടുത്ത ആ ഉത്തരവാദിത്വം നിർവഹിച്ചവര് ഈ ചരിത്ര വസ്തുതകള് ശതപഥ ബ്രാഹ്മണത്തിൽ നിന്നും ഗോപഥ ബ്രാഹ്മണത്തിൽ നിന്നുമാണ് എടുത്തതെന്ന് മാത്രം എഴുതിയില്ല. അതെഴുതിയാൽ വർഗീയതയായി പോകുമായിരിക്കാം. അന്ന് നമ്മുടെ പൈതൃകം എത്ര ആധികാരികമാണെന്ന് നോക്കാം. അതിനകത്ത് യാഗകർമ്മങ്ങൾ വിവരിച്ചിട്ടുണ്ട്, ആത്മീയതയുണ്ട്, അത്ര തന്നെ ചരിത്ര വസ്തുതകളും അതിനകത്തുണ്ട് എന്ന് അഭിമാന പുരസ്സരം എൻ്റെ മുമ്പിലുള്ളവർ മനസ്സിലാക്കണം. നമ്മുടെ ഗ്രന്ഥങ്ങളുടെ പേരുകൾ വെറും പേരെങ്കിലും മനസ്സിലാക്കണം. ഒരാള് തന്നെ 4ാമത്തെ പ്രാവശ്യ കോട്ടുവായ വിടുന്നത്. സാമവേദീയ ബ്രാഹ്മണം 9ാമത്തെ പോയിന്റ്, താണ്ഡ്യ ബ്രാഹ്മണം, ജൈമിനീയ ബ്രാഹ്മണം, ദേവതാധ്യായ ബ്രാഹ്മണം, വംശബ്രാഹ്മണം, ആർഷേയ ബ്രാഹ്മണം, ഷഡ്വിംശത് ബ്രാഹ്മണം, ചാന്തോക്യ ബ്രാഹ്മണം തുടങ്ങിയ 11 ബ്രാഹ്മണ ഗ്രന്ഥങ്ങള് സാമവേദത്തിനുണ്ട്. വംശബ്രാഹ്മണം 100 തലമുറയിൽപ്പെട്ട ഋഷിവര്യന്മാരുടെ പേരുകളാ ചെറിയൊരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സാമവിധാന ബ്രാഹ്മണം, സാമവേദം എങ്ങനെ ആലപിക്കണം. അഭൂത ബ്രാഹ്മണം, ഭാരതത്തിന്റെ പൈതൃക ഗ്രന്ഥങ്ങളില് ഭൂതപ്രേതാദികളെ കുറിച്ച് വിവരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് അഭൂത ബ്രാഹ്മണം. 16 പേജേ ഉള്ളൂ. അതിനകത്ത് ആ പേര് എഴുതിയിട്ടില്ല. 11 എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തുടങ്ങിയ എന്നെഴുതി. ഓർമ്മിക്കുക, നമ്മുടെ സാമവേദം എന്ന് പറയുന്നതിന്റെ കണ്ടിന്യൂവേഷനാണ് താണ്ഡ്യ ബ്രാഹ്മണം, ഷഡ്വിംശത് ബ്രാഹ്മണം. താണ്ഡ്യ ബ്രാഹ്മണം പേര് തന്നെ അതിബൃഹത്തായ ബ്രാഹ്മണം. ഇന്ന് ആ പുസ്തകം പബ്ലിഷ് ചെയ്താൽ 2.5 കിലോ ഭാരം ഉണ്ടാവും. അത്ര വെയിറ്റാണ് അതിന്, അത്രയും വലുതാ. അത് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ കാരണം വാങ്ങിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കാതിരിക്കുക. എന്നാലും ട്രാൻസ്ലേഷൻ മോത്തിലാൽ ബനാർസിദാസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അറിയിച്ചു എന്ന് മാത്രം. അഥർവവേദീയ ബ്രാഹ്മണം, ഗോപഥ ബ്രാഹ്മണം അനവധി ആചാരങ്ങളും ചരിത്ര വിഷയങ്ങളും ധർമാചാരങ്ങളും അനവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗങ്ങളുമാണ് ഇതിലെ വിഷയം. 2 പേരുകൾ മറക്കാതിരിക്കുക. യജുർവേദത്തിന്റെ ബ്രാഹ്മണമായ ശതപഥ ബ്രാഹ്മണവും അഥർവവേദത്തിന്റെ ബ്രാഹ്മണമായ ഗോപഥ ബ്രാഹ്മണവും. അത് രണ്ടും സൂപ്പർ ഗ്രന്ഥങ്ങളാണ്. ഭാരതത്തിന്റെ ചരിത്ര വസ്തുതകൾ ഉൾപ്പെടെ വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ഈ ഷീറ്റ് പോലെ
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് മുകളിൽ ഏറ്റവും മുകളിൽ പേരുണ്ട്. 26 ഷീറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അടുത്ത വർഷം പർലിക്കാട് ഭാഗവത സത്രത്തിൽ ഗോപാലകൃഷ്ണൻ ജീവനോടെ വരുന്നുണ്ടെങ്കിൽ അത് 90 ഷീറ്റ് ഉണ്ടാവും. നമ്മുടെ നാടിന്റെ പൈതൃകം മൊത്തം ഇതേപോലെ ഷീറ്റുകളായിട്ട് കൊണ്ടുവരിക. പഠിക്കണം, പഠിപ്പിക്കണം. 16 ഷീറ്റ് സ്റ്റാപ്പിൾ ചെയ്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. സകലതും ഉണ്ട്. ഇന്നലെ 10 മിനിറ്റ് കൊണ്ട് ഭൂതസംഖ്യ എന്താണെന്ന് 250 പേരെ മഴുവഞ്ചേരിയിലെ ഈ സനാതനധർമ്മ പഠന ശിബിരത്തിൽ രാവിലെ പഠിപ്പിച്ചു. ഉച്ചയ്ക്ക് 15 മിനിറ്റ് കൊണ്ട് കടമയാതി നമ്പർ സിസ്റ്റം പഠിപ്പിച്ചു. ക്രിസ്ത്യൻസും മുസ്ലിംസുമുള്ള സദസ്സില് അവർ ഷോക്കടിച്ചു പോയിരുന്നു. ഇത്ര സിമ്പിളാണോ ഭൂതസംഖ്യ? ഇത്ര സിമ്പിളാണോ കടമയാതി നമ്പർ സിസ്റ്റം? അക്ഷരാർത്ഥത്തിൽ ഈ സദസ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഭാരതത്തിന്റെ ഗണിതശാസ്ത്ര പൈതൃകവും ജ്യോതിശാസ്ത്ര പൈതൃകവും നമ്മൾ അറിയാതെ പോയത് ഈ 2 നമ്പർ സിസ്റ്റം അറിയാവുന്നത് കേരളത്തിലെ 3.93 കോടി ജനതകളില് ഒരു ഗോപാലകൃഷ്ണനും തിരുവനന്തപുരത്തെ ഡോക്ടർ മാധവനും മാത്രമാണ് ഈ നമ്പർ അറിയാവുന്നത്. ബാക്കിയുള്ളവർക്ക് അത് അറിഞ്ഞൂടാ. പഠിക്കാൻ 10 മിനിറ്റ് അത് നമ്മുടെ ഗവൺമെന്റ് ചെയ്തില്ല. ഞാൻ ഇത് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാൻ കാരണം, ഉറച്ച് നിറഞ്ഞ ഹൃദയത്തോടുകൂടി നിറഞ്ഞ കണ്ണുകളോടുകൂടി പറയുന്നു, സ്വീകരിക്കാൻ 10,000 കൈ നീട്ടി മുമ്പിൽ നിൽക്കുമ്പോൾ കൊടുക്കാൻ 2 or 3 പേരേ ഉള്ളൂ എന്നുള്ളത് മറക്കരുത്. സ്വീകരിക്കാൻ 10,000 കൈ നീട്ടി മുമ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ ഞാനും നിങ്ങളും. അത്ര ഗംഭീരമായിട്ടാണ് ഇരിക്കുന്നത്. ഒരാൾ ഇവിടെ വന്ന് എൻ്റെ ഫോട്ടോ 3 പ്രാവശ്യം എടുത്തു. ഞാൻ അദ്ദേഹത്തിനോട് പറയണമെന്ന് ആഗ്രഹിച്ചു, എൻ്റെ അല്ല എടുക്കേണ്ടത്, ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ഫോട്ടോ എടുക്കാം. എങ്ങനെയാ നിങ്ങള് ഗോപാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ ഇരിക്കുന്നത് എന്നറിയണമെങ്കിൽ ആ ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് കാണുള്ളൂ. ബാഹുബലി സിനിമ കാണുന്നതിനേക്കാൾ ഉജ്ജ്വല മുഖഭാവത്തോടു കൂടി. എന്തേ കാരണം? ഒരു വർക്കിംഗ് ഡേ, ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് അവിടം വരെ ആൾക്കാര് ഇതിപ്പോ പറയാൻ കാരണം, നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും പഠിക്കണം. അതിന് ഇത്രയും സമയമൊന്നും വേണ്ട. നമ്മുടെ ശ്രീ നരേന്ദ്രമോദി 24 മണിക്കൂറും 365 ദിവസവും പ്രവർത്തിക്കുന്ന അത്രയൊന്നും പ്രവർത്തിക്കണ്ട. 500-ന്റെയും 1000-ന്റെയും നോട്ട് വിഡ്രോ ചെയ്യാനും നിങ്ങൾ പോവണ്ട. ഒരു ഷീറ്റ് പഠിപ്പിച്ചാൽ അത്രയും പുണ്യമാണ്. ഉറപ്പ്. ലോകം കൈനീട്ടി നിൽക്കുന്ന വിഷയം, ഏതെങ്കിലും വിഷയം. ഇനി ആരണ്യകങ്ങളിലേക്ക് അടക്കാം. സന്യാസം സ്വീകരിക്കുന്ന വ്യക്തികള് ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് സന്യാസവും വാനപ്രസ്ഥവും കടക്കുമ്പോൾ 50-55 വയസ്സൊക്കെ കഴിഞ്ഞ് ശിഷ്ടകാല ജീവിതം ലോകത്തിന് വേണ്ടി മാറ്റിവെച്ചിറങ്ങി പുറപ്പെടുമ്പോൾ സ്വന്തം ഭാര്യയെ മക്കളെ ഏൽപ്പിച്ച്, കുടുംബത്തിന്റെ എല്ലാം മക്കളെ ഏൽപ്പിച്ച്, കയ്യിൽ വലുതായിട്ടൊന്നുമില്ലാതെ ഇറങ്ങി പുറപ്പെടുന്നവർക്ക് ചെയ്യേണ്ടതായ ചെറിയ ചടങ്ങുകള്, സിംപ്ലസ്റ്റ് ചടങ്ങുകള്, ചെലവ് വളരെ കുറഞ്ഞ് ഉള്ള ചടങ്ങുകളും യാഗങ്ങളും. അതിനൊരു പേരുണ്ട്, മോക്ഷയിഷ്ടികള്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളില് കാമ്യയിഷ്ടികള്.
ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുള്ള യാഗങ്ങള്, ആരണ്യകങ്ങളിലും മോക്ഷഇഷ്ടികള്. സാവധാനത്തിൽ ഈ ലോകത്ത് നിന്ന് യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോൾ ഇതിൽ നിന്നെല്ലാം പതുക്കെ മുമ്പോട്ട് പോവേണ്ടേ? പാസ്പോർട്ടും വിസയുടെയും കാലാവധി തീരുമ്പോ ഏത് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മാല മേടിച്ചിട്ടാലും പോകണമെന്ന് ഓർമ്മിപ്പിക്കുന്ന യാഗങ്ങള്, സന്യാസവും വാനപ്രസ്ഥാശ്രമവും സ്വീകരിച്ചവര് ലളിതമായി അനുഷ്ഠിക്കേണ്ടതായ മോക്ഷത്തിന് മോഹസ്യക്ഷയം മോക്ഷം, മോഹസ്യക്ഷയം മോക്ഷം, ആഗ്രഹങ്ങളെ പതുക്കെ പതുക്കെ വേണ്ടെന്ന് വെച്ച് മുമ്പോട്ട് പോകുന്ന ആഗ്രഹമോചനത്തിനായുള്ള യാഗങ്ങള്, മോക്ഷത്തിനായിട്ടുള്ള യാഗങ്ങളാണ് മോക്ഷയിഷ്ടികള് ഇതിൽ വിവരിക്കുന്നത്. ഋഗ്വേദീയ ആരണ്യകം, ഐതരേയ ആരണ്യകം, കൗശീതകീയ ആരണ്യകം രണ്ടെണ്ണമേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. എത്ര ഉണ്ടെന്ന് അറിഞ്ഞൂടാ. കൃഷ്ണയജുർവേദി ആരണ്യകം രണ്ടെണ്ണം, മൈത്രായണീയ ആരണ്യകം, തൈത്തരീയ ആരണ്യകം. ശുക്ലയജുർവേദ ആരണ്യകം ഓർമ്മിക്കുക, ശുക്ലയജുർവേദത്തിന് ആരണ്യകങ്ങളില്ല. സാമവേദി ആരണ്യകം ചില ആരണ്യകേയ ഗാനങ്ങളുടെ വിവരണങ്ങളല്ലാതെ സാമവേദത്തിന് ആരണ്യകങ്ങളില്ല. ആ വരി പഠിക്കണം. സാമവേദത്തിന് ആരണ്യകങ്ങളില്ല. അഭിമാനത്തോടു കൂടിയെങ്കിലും അതെനിക്കറിയാമെന്ന് അറിയാൻ സാധിക്കണം. ശുക്ലയജുർവേദത്തിന് ആരണ്യകങ്ങളില്ല. അഥർവവേദി ആരണ്യകം, അഥർവവേദത്തിന് ആരണ്യകങ്ങളില്ല. എന്നാൽ തത് വിഷയങ്ങള്, ആരണ്യകത്തിൽ വിവരിക്കുന്ന വിഷയങ്ങള് ഗോപദ ബ്രാഹ്മണത്തിൽ അല്പം ചില സ്ഥലത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ അഥർവവേദത്തിലും ഗോപദ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലും ചിലപ്പോ ഉപനിഷത്തുക്കളിലും സന്യാസ വിഷയങ്ങള് വരുന്നുണ്ട്. ആ വരി വെറുതെ അറിഞ്ഞാ മതി, ഡീപ്പായിട്ടുള്ളിൽ പോകണ്ട. അടുത്തത് ഉപനിഷത്തുക്കള്. ഉപനിഷത്തുക്കള് 108 ശ്രീരാമൻ സരയൂ നദിയില് ദേഹത്യാഗം ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഹനുമാൻ ശ്രീരാമനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹനുമാനോട് ശ്രീരാമൻ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്. ജീവിതം മുഴുവനും എൻ്റെ ഭക്തനായി കഴിഞ്ഞ ഹനുമാൻ, നിനക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത്? ഹനുമാൻ രാമനോട് ചോദിക്കുകയാണ്, ഭാരത പുണ്യഭൂമിയിൽ ജനിച്ചവര് അറിഞ്ഞിരിക്കേണ്ട ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് എന്നൊന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഹനുമാൻ തനിക്ക് മോക്ഷം വേണം, സുഖം വേണം, സന്തോഷം വേണം എന്നല്ല പറഞ്ഞത്, ഗ്രന്ഥങ്ങളുടെ പേര്. അതൊരു ഉപനിഷത്ത് രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. മുക്തികോപനിഷത്ത് എന്നാണ് അതിൻ്റെ പേര്. മുക്തികോപനിഷത്ത് 108 ഉപനിഷത്തുക്കളുടെയും പേരുള്ള ഷീറ്റ് അവിടെ ഉണ്ട്. 108 ഉപനിഷത്തുക്കളുടെയും പേര്. ഋഗ്വേദത്തിന് 10 ഉപനിഷത്ത്, ശുക്ലയജുർവേദത്തിന് 18, കൃഷ്ണയജുർവേദത്തിന് 32, സാമവേദത്തിന് 16, അഥർവവേദത്തിന് 32. 108 ഉപനിഷത്തുക്കള്. ആ ഉപനിഷത്തുക്കളുടെ പേര് ശ്രീരാമൻ പറയുന്നുണ്ട്, അതിൻ്റെ ശാന്തി മന്ത്രവും. ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥം പരമമായ സത്യത്തിന്റെ അടുത്തേക്ക് പോകലാണ്. ഉപനയനം
എന്ന വാക്കിനും അതേ അർത്ഥം തന്നെയാണ്. 108 ഉപനിഷത്തുകളില് ഏറ്റവും ഉജ്ജ്വലമായ ഉപനിഷത്തുകള് 10 എണ്ണം. ചിലപ്പോ പറയാറുണ്ട്, ഭാരതീയ പൈതൃകം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവര് എന്താ പഠിക്കേണ്ടത്? ഈ ഷീറ്റിൽ കൊടുത്തത് മുഴുവനും പഠിക്കണം. സർ, അത്രയും കാലം ഭൂമിയിൽ ജീവിക്കുന്നില്ല. അപ്പൊ മഹാഭാരതം 1,25,000 ശ്ലോകങ്ങൾ പഠിക്കാം. 1,25,000 ശ്ലോകം പഠിച്ചാൽ അത് പറ്റില്ല സാറേ. എന്നാൽ 700 ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത പഠിക്കാം. 700 ശ്ലോകങ്ങൾ പഠിക്കാൻ പറ്റുമോ സാറേ? ജനം ടി വിയിൽ 6:50 മുതൽ 7 മണി വരെ 10 മിനിറ്റ് ഞാൻ ഭഗവത്ഗീത വിവരിക്കുന്നുണ്ട്. അത് കേട്ട് LDF-ലെ മന്ത്രിമാർ എന്നെ വിളിച്ചിട്ടുണ്ട്, ഇതാണോ ഭഗവത്ഗീത? പേര് പറയണില്ല. യഥാർത്ഥത്തില് ആ 700 ശ്ലോകങ്ങള് പഠിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭഗവത്ഗീതയിലെ 3, 2, 12 അധ്യായങ്ങൾ പഠിക്കാം. 3, 2, 12. 3 ആദ്യം പഠിക്കാം, എന്നിട്ട് 2ലേക്ക് കിടക്കാം, എന്നിട്ട് 12ലേക്ക് പോവാം. അതും പറ്റില്ലെങ്കിൽ 3-ാം അധ്യായം പഠിക്കാം. അതും പറ്റിയില്ലെങ്കിൽ ഈശാവാസ്യോപനിഷത്തിലെ 18 മന്ത്രങ്ങൾ പഠിക്കാം. അതും പറ്റിയില്ലെങ്കിൽ ഈശാവാസ്യോപനിഷത്തിലെ 1-ാമത്തെ മന്ത്രം പഠിക്കാം. ഏറ്റവും ഉജ്ജ്വലമായ ഉപനിഷത്ത് ഈശാവാസ്യോപനിഷത്ത്. അത് നിങ്ങൾ പഠിക്കണം. 18 മന്ത്രങ്ങൾ കൊണ്ട് 18 വിഷയങ്ങൾ എഴുതിയ വേദത്തിന്റെ അകത്ത് യജുർവേദത്തിന്റെ 40-ാം അധ്യായമായിട്ട് വരുന്നതാണ് ഈശാവാസ്യോപനിഷത്ത്. സൂപ്പർ. ഇന്നത്തെ ലോകത്തിനു കൂടി ചേർന്നാണ് യജ്ഞവൽക്യ മഹർഷി BC 3500 ആ ഉപനിഷത്ത് എഴുതിയത്. നല്ല രീതിയിൽ അത് പഠിക്കാൻ ആത്മീയതയേ വേണ്ട. അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച് ബാലകൃഷ്ണൻ എന്ന ഒരാൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആകെ 108 ഉപനിഷത്തുക്കള് പരമമായ സത്യത്തെക്കുറിച്ച് വിവരിക്കുന്നു. മനസ്സ്, ആത്മാവ്, പരമാത്മാവ്, പഞ്ചഭൂതം, പഞ്ചപ്രാണൻ, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചജ്ഞാനേന്ദ്രിയം, മനസ്സ്, ഇതെല്ലാമാണ് ഉപനിഷത്തുക്കളിലെ വിഷയം. ആ വിഷയങ്ങളെക്കുറിച്ച് അതിഗഹനമായ വിവരണങ്ങളാണ് 108 ഉപനിഷത്തുക്കളിൽ. 18 ഉപനിഷത്തുക്കള്, കുറച്ചുകൂടി നമ്പർ കുറയ്ക്കണമെങ്കിൽ 10 ഉപനിഷത്തുക്കളില് നൽകിയിരിക്കുന്നത്. ബാക്കിയുള്ള വിഷയങ്ങള് കുറെ ആചാരങ്ങളെക്കുറിച്ചും മറ്റ് കാര്യങ്ങളും വിവരിക്കുന്നു. 16 ഋഗ്വേദീയ ഉപനിഷത്തുക്കള്. 10 ഉപനിഷത്തുക്കളാണ് ഋഗ്വേദത്തിൻ്റെതായിട്ടുള്ളത്. ഇതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഐതരേയ ഉപനിഷത്ത്. ചണ്ഡാള വംശത്തിൽ ജനിച്ച മഹീദാസ ഐതരേയൻ എന്ന ആചാര്യൻ എഴുതിയ 4 പുസ്തകം. 1 ഐതരേയ ബ്രാഹ്മണം, 2 ഐതരേയ ആരണ്യകം, 3 ഐതരേയ ഉപനിഷത്ത്, 4 മഹൈതരേയ ഉപനിഷത്ത്. അപ്പൊ ഋഗ്വേദീയമായ ഐതരീയ ഉപനിഷത്ത് ഉജ്ജ്വലം. 17-ാമത്തെ പോയിന്റ് കൃഷ്ണ യജുർവേദീയമായ ഉപനിഷത്തുക്കള്. ഇത് മുഴുവനും ഇതിനകത്ത് എഴുതാൻ സ്ഥലമില്ല. 108 ഉപനിഷത്തുക്കളുടെ ഷീറ്റ് പുറത്ത് അവൈലബിൾ ആണ്. എന്റെ ക്ലാസ് കഴിഞ്ഞ് 25 മിനിറ്റ് വരെ. കൃഷ്ണ യജുർവേദ ഉപനിഷത്തുക്കള് കഠോപനിഷത്ത്, തൈത്തരീയം, കൈവല്യം, ശ്വേതാശ്വേതരം, മഹാനാരായണീയം. ഇതാണ് പ്രധാനപ്പെട്ടത്. മഹാനാരായണീയ ഉപനിഷത്ത് വായിച്ചു പഠിച്ചാൽ അതിഗംഭീര. ശ്വേതാശ്വേതര ഉപനിഷത്ത് നല്ലതാ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഭാരതത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വരാനുള്ള കാരണം എന്താ അറിയോ? ഒരു കുതിരപ്പുറത്ത് കയറി അലക്സാണ്ടർ വീടിനു ചുറ്റും കറങ്ങിയപ്പോൾ
അമ്മയോട് ചോദിച്ചു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, അമ്മയെ കണ്ടില്ലേ ദിഗ്വിജയത്തിന് കപ്പാസിറ്റിയുള്ള അലക്സാണ്ടറുടെ കുതിരപ്പുറത്തുള്ള യാത്ര? അമ്മ വളരെ ചെറിയ രീതിയിലൊരു ചോദ്യം ചോദിച്ചു. അത്രയും കപ്പാസിറ്റി നിനക്കുണ്ടെങ്കിൽ ഞാനൊരു അഭ്യർത്ഥന നിന്നോട് നടത്തട്ടെ മകനെ. അമ്മ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂ. അപ്പൊ അലക്സാണ്ടറുടെ അമ്മ അലക്സാണ്ടറോട് പറഞ്ഞു, ദേവഭൂമി എന്നൊരു രാഷ്ട്രമുണ്ട് ഭാരതം. അതില് ദേവനദി എന്നൊരു നദിയുണ്ട്, ഗംഗ. അതിലെ ഒരു കുമ്പിൾ വെള്ളം അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ വായ്ക്ക് തരാൻ നിനക്ക് സാധിച്ചാൽ അതാണ് മകനെ എനിക്ക് നിന്നിൽ നിന്ന് ആഗ്രഹമുള്ളത്. അലക്സാണ്ടർ തിരിച്ചു പറഞ്ഞു, ആ ദേവനദിയെയും ദേവഭൂമിയെയും ഞാൻ അമ്മയുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെക്കാം. അപ്പ അമ്മ പറഞ്ഞു, ആ രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കയറിയ ആരെയും തിരിച്ചു പോകാൻ അനുവദിച്ചിട്ടില്ല. ആ രാജ്യം മറ്റൊരു രാജ്യത്തിലേക്ക് പട്ടാള ശക്തി കൊണ്ട് അതിക്രമിച്ച് കയറിയിട്ടുമില്ല. That country has never invaded any other country with military force, and that country never allowed others, the invaders, to go back. ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതല്ല, അബ്ദുൽ കലാം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് അലക്സാണ്ടറുടെ അമ്മ പറഞ്ഞതാണ്, അത് അബ്ദുൽ കലാം കൂട്ടി ചെയ്തതാണ്. പക്ഷേ അത് ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണ് വാട്സപ്പിലൂടെ സ്പ്രെഡ് ചെയ്യുന്നത്. അദ്ദേഹവും പറഞ്ഞത് നന്നായി. കാരണം ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് അറിഞ്ഞൂടാ, ദൈവാനുഗ്രഹം കൊണ്ട് ആരും പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തിരിച്ച് ശുക്ലയജുർവേദീയ ഉപനിഷത്തുക്കള്, ഈശാവാസ്യം, ബൃഹദാരണ്യകം, ഈശാവാസ്യ ഉപനിഷത്ത്, മുക്തികോപനിഷത്തും അതിനകത്ത് പെടും. മുക്തികം അത്ര പ്രാധാന്യമുള്ളതല്ല. ഈശാവാസ്യം വേദത്തിനകത്തുള്ള മന്ത്രം ശ്മശാനത്തിൽ ചൊല്ലാൻ പെർമിഷൻ ഉള്ളത് ഈശാവാസ്യ ഉപനിഷത്തിലെ 17-18 മന്ത്രങ്ങൾ മാത്രം. ശ്മശാനത്തില് അച്ഛനോ അമ്മയോ മരിച്ച് ഡെഡ് ബോഡി ചിതയിൽ വെച്ച് എല്ലാ കർമ്മങ്ങളും ചെയ്ത് മൂത്ത മകൻ 3 ദർഭപ്പുല്ലുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ ശരീരം തൊട്ട് ചൊല്ലുന്ന മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലുമ്പോൾ മാത്രമേ കരയാൻ പെർമിഷനുള്ളൂ ശ്മശാനത്തില്. വായുരനിലമൃതമതേദം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര. വായുവും അഗ്നിയും അമരത്വമുള്ള ജീവചൈതന്യവും കൊണ്ട് നിറഞ്ഞ ശരീരം എൻ്റെ പിതാവേ, എൻ്റെ മാതാവേ, അത് ഭസ്മമാകാൻ പോകുന്നു. ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കുക. ഇപ്പം എവിടെയാ കിടക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. ഏതാനും നിമിഷം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർമ്മിക്കുക. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയാറുണ്ട്, ജീവനുള്ള മകൻ ജീവനില്ലാത്ത അച്ഛൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡി തൊട്ടുകൊണ്ട് പറയുന്നതാണ് ഇത് എന്ന് വിചാരിക്കേണ്ട. ജീവനില്ലാത്ത അച്ഛൻ അല്ലെങ്കിൽ അമ്മ ജീവനുള്ള മകനോട് പറയുകയാണ്, മകനെ, എൻ്റെ അച്ഛൻ്റെ 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 ഡെഡ് ബോഡി ഇതേപോലെ വിറകിൽ വെച്ചപ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇതേ മന്ത്രം ചൊല്ലി തീ കൊളുത്തി. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കിടന്നപ്പോൾ അച്ഛൻ ഇതേ മന്ത്രം ചൊല്ലി തീ കൊളുത്തി. എൻ്റെ അച്ഛൻ ചിതയിൽ കിടന്നപ്പോൾ ഞാനിതേ മന്ത്രം ചൊല്ലി തീ കൊളുത്തി. ഇപ്പൊ ഞാൻ കിടക്കുന്നു, ഈ മന്ത്രം ചൊല്ലി നീ തീ കൊളുത്തുന്നു. കാലചക്രം തിരിയുമ്പോൾ
നീയും ഒരു ദിവസം ഇവിടെ കിടക്കും. അപ്പൊ നിന്റെ മകന് ഈ സംസ്കാരമുണ്ടെങ്കിൽ അവനും ഇതേ മന്ത്രം ചൊല്ലി തീ കൊളുത്തും. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. കാലമെന്നും ഭാവിയിൽ നിന്ന് വർത്തമാനത്തിലേക്കും വർത്തമാനത്തിൽ നിന്ന് ഭൂതത്തിലേക്കുമാണ് കാലം ഒഴുകുക. കാലം തിരിച്ചൊഴുകില്ല. കാലം തിരിച്ചൊഴുകില്ല. പാസ്റ്റ് വിൽ നെവർ ബിക്കം പ്രസന്റ്. പ്രസന്റ് വിൽ നെവർ ബിക്കം ഫ്യൂച്ചർ. The period and the time will be flowing from the future to present and present to past. വെള്ളം മുകളിൽ നിന്ന് ചുവട്ടിലേക്ക്, അറിവുള്ളവരിൽ നിന്ന് അറിവില്ലാത്തവരിലേക്ക്, ചൂട് ഉയർന്ന ടെമ്പറേച്ചറിൽ നിന്ന് താഴ്ന്ന ടെമ്പറേച്ചറിലേക്ക് ഒഴുകുന്ന പോലെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതു മൊഴിയും ഓർക്കിൽ നീ നാരായണ ഗുരുദേവൻ എഴുതിയതാ. യത് ഭൂതം യച്ഛ ഭവ്യം ഉദാമൃതത്വശേഷാനഃ യദന്നേനാതിരോഹതി ഏതാവാൻ അസ്യ മഹിമാ. ആ മഹത്തായ പ്രപഞ്ച ചൈതന്യത്തിന് മുമ്പില് ഞാനും നിങ്ങളുമെല്ലാം വെറും ഈച്ചകളെ പോലെ കാലചക്രത്തിന്റെ അഗ്നിയിലേക്ക് പോകുമ്പോ ചൊല്ലേണ്ട മന്ത്രം യജുർവേദത്തിന്റെ 40-ാം അധ്യായമായ ഈശാവാസ്യോപനിഷത്തിന്റെ അവസാനത്തെ മന്ത്രം കൈകൂപ്പി മകൻ ചൊല്ലും. അഗ്നേ നയസ്വതാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വദേമ. അല്ലയോ അഗ്നിദേവ, എന്റെ അമ്മയുടെ, എന്റെ അച്ഛന്റെ ശവശരീരം നിന്നെ ഏൽപ്പിക്കുന്നു. വേദനിപ്പിക്കാതെ ദുഃഖിപ്പിക്കാതെ പരമമായ മോക്ഷത്തിലേക്ക് എന്റെ അമ്മയെയും അച്ഛനെയും നീ കൊണ്ടുപോകണമേ അഗ്നിദേവ. അതാണ് ആ വേദത്തിന്റെ അവസാനത്തെ മന്ത്രം, ഉപനിഷത്തിന്റെയും അവസാനത്തെ മന്ത്രം. ചിലതെല്ലാം പഠിക്കണം. പലപ്പോഴും ആലോചിക്കാറുണ്ട്, എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ്, പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ്. ഇടയ്ക്ക് ഓർമ്മിക്കണം, വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല. വി ആർ നോട്ട് പെർമനന്റ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ നമ്മൾ പെർമനന്റ് അല്ല. ചിക് 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 1 2 3 നാളെ അകത്താ. ഇന്നലത്തെ പേപ്പറിലുണ്ട്, മാതൃഭൂമിയില്. അർത്ഥം മനസ്സിലായി? മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ. ഭവാൻ അല്ലെങ്കിൽ ഭവാൻ. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അതിഗംഭീരമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആ സംസ്കൃത പ്രൊനൗൺസിയേഷൻ അത് സൂപ്പറാ. ഭാര്യയും ഭർത്താവും PhD സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്കും സംസ്കൃതത്തിൽ PhD ഇവാലുവേറ്റ് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സംസ്കൃതത്തിൽ PhD തീസിസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ PhD തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ കപ്പാസിറ്റി. അദ്ദേഹമാണ് കുറച്ചു മുമ്പ് നിങ്ങൾ ചായയ്ക്ക് ക്യൂ നിൽക്കുന്നതിന് മുമ്പ് സംസാരിച്ചത്. 19-ാമത്തെ പോയിന്റ്, കേനോപനിഷത്ത്, ചാന്തോക്യോപനിഷത്ത്, വജ്രസൂചകോപനിഷത്ത് തുടങ്ങിയ 16 ഉപനിഷത്തുക്കളാണ് സാമവേദത്തിനുള്ളത്. അഥർവവേദത്തിന് 32 ഉപനിഷത്തുക്കള്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത് തുടങ്ങിയവ. ഒന്നുകൂടി ഓർക്കുക, ചിലര് പുതിയ പുതിയ ഉപനിഷത്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ഔറംഗസീബ് ഉണ്ടാക്കിയതാണ് അള്ളാഹ് ഉപനിഷത്ത്. മാത്യു ഉലകന്തറ ഉണ്ടാക്കിയതാണ്. മാത്യു ഉലകന്തറ മലയാളത്തിലെ പ്രൊഫസർ, മഹാരാജാസ് കോളേജില്. ക്രിസ്തു ഭാഗവതവും ക്രൈസ്തവോപനിഷത്തും അദ്ദേഹം എഴുതിയതാണ്. രാമകൃഷ്ണോപനിഷത്തുണ്ട്, വിവേകാനന്ദോപനിഷത്തുണ്ട്, സത്യസായി ഉപനിഷത്തുണ്ട്. പുതിയ ഉപനിഷത്തുക്കൾ എഴുതാൻ പാടില്ലെന്ന് ആരും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് 108ന്റെ അകത്ത് പെടുത്തിയിട്ടില്ല. അത് മാത്രം. അങ്ങനെ പുതിയ ഉപനിഷത്തുക്കൾ വരുമ്പോഴും ഓർമ്മിക്കുക, നമ്മുടെ ഉപനിഷത്തുക്കളുടെ നമ്പർ ക്ലിയർ ആയിരുന്നു.
അടുത്ത പാരഗ്രാഫ്, വേദാംഗങ്ങള് 18 ആധികാരിക ഗ്രന്ഥങ്ങൾ വീതമുള്ള 6 വേദാംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ 6 വേദാംഗങ്ങളാണുള്ളത്. വേദത്തിൻ്റെയും വേദ പഠനത്തിൻ്റെയും പഠന ആചരണത്തിൻ്റെയും സമഗ്രമായ നിയമങ്ങള് ഈ 6 പേരുകളും ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ പഠിക്കണം. ഉപനിഷത്തുക്കളെ മുഴുവനും പഠിച്ചില്ലെങ്കിലൊക്കെ വിട്ടുകളഞ്ഞേക്കാം. ഇനി പറയാൻ പോകുന്ന 6, പിന്നെ പറയാൻ പോകുന്ന 4. ഈ വലിയ ക്ലോക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. 21 ശിക്ഷാഗ്രന്ഥങ്ങള്, വേദപഠനത്തിന്റെ സമഗ്ര ശിക്ഷണ പഠന നിയമങ്ങൾ വിവരിക്കുന്ന 18 ഗ്രന്ഥങ്ങളാണ്. ശൗനക ശിക്ഷ, ശാകടായന ശിക്ഷ, യജ്ഞവൽക്യ ശിക്ഷ, പാണിനീയ ശിക്ഷ തുടങ്ങിയ 18 ഗ്രന്ഥങ്ങള്. ശിക്ഷാഗ്രന്ഥങ്ങൾ എന്ന വാക്ക് ഓർമ്മിക്കണം. വേദപഠനത്തിന്റെ നിയമങ്ങൾ നൽകുന്ന ഗ്രന്ഥമാണ് ശിക്ഷാഗ്രന്ഥങ്ങള്. നിരുക്ത ഗ്രന്ഥങ്ങള് വേദമന്ത്ര സംസ്കൃത പദങ്ങളുടെയും ദേവതകളുടെയും വേദമന്ത്രം അഥവാ സംസ്കൃത പദങ്ങളുടെ, അതുപോലെ ദേവത നാമങ്ങളുടെ ഉത്ഭവത്തെക്കുറിച്ച് നിഘണ്ടു ഉൾപ്പെടെ വിവരിച്ചിരിക്കുന്ന സർവോത്കൃഷ്ടമായ ഗ്രന്ഥമാണ് യാസ്കാചാര്യന്റെ നിരുക്തം. ഭാഷ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം, ഭാഷ എങ്ങനെ ഉത്ഭവിച്ചു എന്ന് എഴുതിയിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം നിരുക്തം. പഠിക്കണം, നിരുക്തം. യാസ്കാചാര്യന്റെ നിരുക്തം. നിരുക്തം എന്ന വാക്കിന്റെ അർത്ഥം പറയാത്തതായിട്ടൊന്നുമില്ലാത്ത ഗ്രന്ഥം. പറയാത്തതായിട്ട് ഒന്നുമില്ലാത്ത അർത്ഥം മനസ്സിലായോ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത്രയും ഗംഭീരാണ്. ഹൃദയം, ആ വാക്ക് എങ്ങനെയാ ഉണ്ടായത്? ആഹരതി ഇതി ഹൃ, ദദാതി ഇതി ദ, അയതി ഇതി അയം. ആക്സെപ്റ്റിംഗ്, ഗിവിംഗ്, സർക്കുലേറ്റിംഗ്, അങ്ങനെയാ ഹൃദയം എന്ന വാക്കുണ്ടായത്. ശീര്യത്തെ ഇതി ശരീര, നശിക്കുന്നതെന്തോ അത് ശരീരം. സമാദ്രവതേ ആപഹ ഇതി സമുദ്ര, ഒരേ അളവിൽ എക്കാലവും വെള്ളം നിലനിൽക്കുന്നത് ഏതാണോ അത് സമുദ്രം. നല്ല വാക്കുകളാ. കരുണാനിധി, തമിഴ്നാട്ടിലെ ആളല്ല, കരുണ നിധിയായിട്ട് സൂക്ഷിക്കുന്ന വ്യക്തി കരുണാകരൻ. വാക്കിനർത്ഥമുണ്ട്, ആളങ്ങനെ അല്ലെങ്കിലും ഓർമ്മിക്കുക. എല്ലാത്തിനും, എല്ലാ വാക്കുകൾക്കും, സംസ്കൃതത്തിലെ വാക്കുകൾക്കെല്ലാം പ്രഭാകരൻ, ദിനകരൻ, നിശാചരൻ, ഏത് നോക്കാം, ഏത് സംസ്കൃത വാക്കിനും അതിന്റെ ഉത്ഭവം വിവരിക്കുന്നത് നിരുക്ത ഗ്രന്ഥത്തിലാണ്. അത്രയേ പറയാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ഒരു ദിവസം വന്ന് കൂടുതലെടുക്കാം. വ്യാകരണ ഗ്രന്ഥങ്ങള് സംസ്കൃത ഭാഷയുടെ സമ്പൂർണ്ണ വ്യാകരണം, അതിൻ്റെ നിയമങ്ങള് പാണിനി, പതഞ്ജലി, ശാകടായനൻ തുടങ്ങിയവർ എഴുതിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് ജർമ്മനിയിലെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ജർമ്മൻ ഭാഷയ്ക്ക് ഗ്രാമർ പുസ്തകം എഴുതി. ജർമ്മനിയിലെ ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്ന പ്രൊഫസർ ഷ്നീഡർ ജർമ്മൻ ഭാഷയ്ക്ക് ഒരു ഗ്രാമർ പുസ്തകം എഴുതി. എന്നിട്ട് ബെർലിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ കയ്യിൽ കൊടുത്ത് ഈ പുസ്തകത്തിന് ഒരു അവതാരിക എഴുതണമെന്ന് പറഞ്ഞു. ബെർലിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പറഞ്ഞു, ഇന്ത്യയിൽ വല്ല വ്യാകരണ പുസ്തകം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഉണ്ടെങ്കിൽ എനിക്ക് തരാൻ പറഞ്ഞു. അങ്ങനെ അഷ്ടാധ്യായി എന്ന പാണിനിയുടെ വ്യാകരണത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബെർലിൻ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് അത് അദ്ദേഹം മുഴുവനും വായിച്ച് ഷ്നീഡർ എഴുതിയ പുസ്തകത്തിന് അവതാരിക എഴുതി. ദിസ് ബുക്ക് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഫുട് നോട്ട് ഫോർ പാണിനീസ് അഷ്ടാധ്യായി. കഴിഞ്ഞു, അത്രയേ ഉള്ളൂ.
ഈ പുസ്തകം പാണിനിയുടെ അഷ്ടാധ്യായി എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഫുട് നോട്ട് അടിക്കുറിപ്പിന്റെ അത്രയും ക്വാളിറ്റിയേ ഉള്ളൂ എന്ന്. ഏതായാലും അത് ചേർക്കാതെ അങ്ങേര് ആ പുസ്തകം പബ്ലിഷ് ചെയ്തു. ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ സന്തോഷം, മനസ്സിലായില്ല എങ്കിൽ അതിനേക്കാളും സന്തോഷം. കാരണം BC 330 എഴുതിയ പുസ്തകമാണ് പാണിനിയുടെ അഷ്ടാധ്യായി. BC 2300 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ഗ്രാമർ എഴുതാൻ കപ്പാസിറ്റി ഉള്ളവർ എങ്ങനെ ഉണ്ടായിരുന്നു? പതഞ്ജലിയുടെ മഹാഭാഷ്യം അത് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിയോട് പറയുമായിരുന്നു അത്രേ, മഹാഭാഷ്യം പഠനീയം വാ മഹാരാജ്യം പാലനീയം. ഒരു രാജ്യം ഭരിക്കാനാണോ നിനക്ക് എളുപ്പം, ഈ പുസ്തകം പഠിക്കാനാണോ എളുപ്പം എന്ന് ചോദിക്കും. അത്ര ഗംഭീരമായിട്ട് ഒരു രാഷ്ട്രത്തിന്റെ പൈതൃകത്തിന്റെ അവകാശികളാ ഈ പർളിക്കാട് ഭാഗവസത്ര വേദിയിൽ ഇരിക്കുന്നതെന്ന് ഇടയ്ക്കെങ്കിലും ഓർമ്മിക്കണമേ. ഒരു രാഷ്ട്രത്തിന്റെ പൈതൃകത്തിന്റെ അവകാശികള്. വ്യാകരണ ഗ്രന്ഥം, ഛന്ദശാസ്ത്ര ഗ്രന്ഥം, വേദമന്ത്രങ്ങളുടെ പ്രാസം, പ്രോസോഡി. ആ വേദമന്ത്രങ്ങളുടെ 18 അക്ഷരം, 22, 26, 30, 56 അക്ഷരം വരെയുള്ള ഛന്ദസ്, അത് അക്ഷരത്തിന് തെറ്റുവരാതെ, ഒരു വാക്ക് പോലും മാറാതെ, ഒരു ഗ്രാമർ തെറ്റുപോലും ഇല്ലാതെ BC 8275 അപ്പുറത്ത് ഇത്രയും ഉഗ്രമായ ഗ്രന്ഥം എഴുതാൻ കപ്പാസിറ്റിയുള്ള പൂർവികരുടെ ആ ഇന്റലക്ച്വൽ കാലിബർ വെറുതെ ഒന്ന് ചിന്തിക്കാം. ആ വേദത്തിൽ ഒരു തെറ്റില്ല, ഒരു കുറവില്ല, പെർഫെക്ഷനാണ്. അതില് ഓരോ മന്ത്രത്തിന്റെയും ഋക്കിന്റെയും നമ്പറുകളുണ്ട്. ആ നമ്പറുകൾ കൃത്യം. ചില സ്ഥലത്ത് ഒരക്ഷരം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 അക്ഷരം ദീർഘത്തിലൂടെ ചേർക്കും. അബീ മമഗ്നിയാദ ശ്രീനന്ദീദേന വശിഷും സോമമിന്ദ്രായ പാദാവേ അസ്യേതിന്ദ്രോ മതേഷ്വാ വിശ്വാവൃത്രാണി ജിഗ്നതേ ശൂരോ മഹാജാമം ഹതേ തരച്ചമന്ദീതാവതി ആയയോ ഓത്രം ച തംതനാ സഹസ്രാണി ദദത്മാഹേ തരച്ചമന്ദീതാവതി ധ്വശ്രയോ ഓ പുരുഷന്തിയോരാ സഹസ്രാണി ദദത്മാഹേ. 38,000 ശാസ്ത്രജ്ഞന്മാരുള്ള നാസയില് 16,000-ഓളം ശാസ്ത്രജ്ഞന്മാര് വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ടാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ അതിപുരാതനമായ വേദത്തിന്റെ മഹത്വം വെറുതെ ഇരിക്കുമ്പോ, കാർ ഓടിക്കുമ്പോഴും സ്കൂട്ടർ ഓടിക്കുമ്പോഴും ചിന്തിക്കല്ലേ, വെറുതെ ഇരിക്കുമ്പോ ഒന്ന് ചിന്തിക്കുക. ലോകത്തിൽ അറിയപ്പെടുന്ന റിസർച്ച്, ഞാനവിടെ പോയിട്ടുണ്ട്. നാസയില് ഒരു ഫുൾ ഡേ രാവിലെ 6 തൊട്ട് രാത്രി 8 വരെ ഉണ്ടായിരുന്നു അവിടെ. ജൂലൈ മാസം 9, 3 വർഷം മുമ്പ്. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാര് വേദമന്ത്രം കേൾക്കാൻ കാരണം പെർഫെക്ഷനുള്ള ഒരേ ഒരു പുസ്തകം, അത് ഛന്ദശാസ്ത്രം, പിങ്കളാചാര്യന്റെ ഛന്ദശാസ്ത്രം. പിങ്കളാചാര്യന്റെ ഛന്ദശാസ്ത്രം, ആ വാക്ക് ഓർമ്മിക്കാം. കൽപ്പശാസ്ത്രം അതിബൃഹത്താണ്. ബൗദ്ധായന കൽപ്പശാസ്ത്രം, ആപസ്തംഭ കൽപ്പശാസ്ത്രം, കാത്യായന കൽപ്പശാസ്ത്രം, മാനവ കൽപ്പശാസ്ത്രം. എഴുതിയത് BC 3000-അപ്പുറത്ത്. ബൗദ്ധായന കൽപ്പശാസ്ത്രം മാത്രം ഈ സ്റ്റേജിൽ വെച്ചാൽ ഗോപാലകൃഷ്ണൻ ഇരിക്കാൻ ഈ കസേരയുടെ കൈ വേണ്ട, ആ പുസ്തകത്തില് എന്റെ കൈ വയ്ക്കാം. അത്രയും വലിപ്പമുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയത് 4000-5000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആ കൽപ്പശാസ്ത്രം രാഷ്ട്രം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന ധർമ്മശാസ്ത്രം, യാഗകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന ശ്രൗതസൂത്രം, ഭാര്യ, ഭർത്താവ്, അച്ഛൻ, അമ്മ, മക്കള്, സഹോദരി, സഹോദരന്മാർ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന ഗൃഹ്യസൂത്രം, മരിക്കുന്നതിന് തൊട്ടു മുമ്പ്, മരിക്കുമ്പോൾ, മരിച്ചതിന് ശേഷം
എന്തൊക്കെ ചെയ്യണമെന്ന് വിവരിക്കുന്ന പിതൃമേധ സൂത്രം. എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള പ്രായശ്ചിത്തം ധർമ്മശാസ്ത്രം, ശ്രൗതശാസ്ത്രം, ഗൃഹ്യശാസ്ത്രം, പിതൃമേധശാസ്ത്രം, പ്രായശ്ചിത്തം, 5 ഭാഗങ്ങൾ അടങ്ങുന്ന കൽപ്പശാസ്ത്രം. ആ വാക്ക് എങ്കിലും ഓർമ്മിക്കാം, കൽപ്പശാസ്ത്രം. യേശുദാസ് പാടിയ ഒരു കൽപ്പാന്ത കാലത്തോളം കാതരേ എന്നൊരു പാട്ടുണ്ട്. ആ കൽപ്പവും ഈ കൽപ്പവും തമ്മിൽ ഒരു ബന്ധമില്ല. ആ കൽപ്പം എന്ന് പറയുന്നത് 43,20,000 വർഷമുള്ള ഒരു മഹായുഗത്തിന്റെ 72 ഇരട്ടിയുടെ 14 ഇരട്ടിയാണ് ആ കൽപ്പശാസ്ത്രം. 43,20,000 വർഷമാണ് ഒരു മഹായുഗം. അതിൻ്റെ 72 ഇരട്ടിയാണ് ഒരു മന്വന്തരം. അതിൻ്റെ 14 ഇരട്ടിയാണ് ഒരു കൽപ്പശാസ്ത്രം. കൽപ്പകാലം. ആ കൽപ്പം എന്നുള്ളതും ഈ കൽപ്പം തമ്മിലുള്ളത് ബന്ധമില്ല. ചിലപ്പോൾ 2 വാക്കുകൾ കേൾക്കുമ്പോൾ ഗോപാലകൃഷ്ണ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ഇന്നസെന്റ് ചോദിച്ച മാതിരി ചോദിച്ചാൽ, കൽപ്പശാസ്ത്ര ഗ്രന്ഥങ്ങള് അതിബൃഹത്തായ 4 ഭാഗങ്ങൾ ചേരുന്ന ഗ്രന്ഥങ്ങളുടെ സമൂഹമാണ് കൽപ്പശാസ്ത്രം. യാഗകർമ്മങ്ങൾ സവിസ്തരം വിവരിക്കുന്ന ശ്രൗതസൂത്രം, രാഷ്ട്രഭരണ നിയമ വ്യവസ്ഥകൾ വിവരിക്കുന്ന ധർമ്മശാസ്ത്രം. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ഒരിക്കൽ പാലക്കാട് വെച്ച് എന്നോട് പറഞ്ഞു, ഒരു ധർമ്മശാസ്ത്രം ഗോപാലകൃഷ്ണൻ കോടതിയുടെ ആവശ്യത്തിനായിട്ട് വിവർത്തനം ചെയ്യണം. അങ്ങനെ വിഷ്ണു ധർമ്മശാസ്ത്രം വിവർത്തനം ചെയ്തു. ഞാനിതിനു മുമ്പ് ഈ സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 100 അധ്യായങ്ങളുള്ള വിഷ്ണു ധർമ്മശാസ്ത്രം 8 മാസം കൊണ്ട് വിവർത്തനം ചെയ്തു. അത് ആ ധർമ്മശാസ്ത്രം വിവർത്തനം ചെയ്തപ്പോൾ മനസ്സിലായത്, ലോകത്തില് ഒരു പൂർവിക ഗ്രന്ഥമേ ഉള്ളൂ അധ്യായത്തിന്റെ നമ്പറും വരിയുടെ നമ്പറും കൂടി ചേർത്ത് പറയാനുള്ളത് ബൈബിൾ ഒഴിച്ച്. ബൈബിള് സുവിശേഷ പ്രാസംഗികർ പറയുമ്പോൾ കേട്ടിട്ടില്ലേ, 8, 12, 14 എന്താന്ന് ദൈവത്തിനെ അറിയുള്ളൂ, അവർക്കറിയണം. എന്നാലും പക്ഷെ ഇവിടെ സവർണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ബ്രാഹ്മണൻ തന്നെ, ബ്രാഹ്മണനായ ഭാര്യ, ബ്രാഹ്മണനായ ഭർത്താവ്, അവർക്കുണ്ടായ കുട്ടി സവർണൻ. ക്ഷത്രിയനായ ഭാര്യ, ക്ഷത്രിയയായ സ്ത്രീ സവർണൻ. അതിലെ വൈശ്യനായ പുരുഷൻ, വൈശ്യനായ സ്ത്രീ സവർണൻ. ശൂദ്രനായ പുരുഷൻ, ശൂദ്രനായ സ്ത്രീ സവർണൻ. ബ്രാഹ്മണ പുരുഷൻ, ക്ഷത്രിയ സ്ത്രീ അവർണൻ. ആർക്കെങ്കിലും ഇതറിയോ? ഇവിടെ അവർണൻ എന്ന് പറയുന്നത് സവർണ, മൂരാച്ചി, ഫാസിസ്റ്റ്, പിന്തിരിപ്പൻ, മരട്, കുണ്ടൻ, ഒരു തലയോല പറമ്പെന്നൊക്കെ പറയുന്നവർക്ക് അവർണൻ എന്താണെന്ന് അറിയോ? MGS നാരായണൻ, ഇത് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, കോഴിക്കോട് പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ ധർമ്മശാസ്ത്ര പ്രകാരം അവർണനും സവർണനും ഏതാ? ഭാര്യയും ഭർത്താവും ഒരേ വർണ്ണത്തിലുള്ളതാണെങ്കിൽ അതിനെ ആ സവർണൻ എന്ന് പറയാ. ഭാര്യയും ഭർത്താവും വ്യത്യസ്ത വർണ്ണത്തിൽ പെടുമ്പോഴാണ് അവർണൻ. സിമ്പിൾ സംസ്കൃതം. അതിനെതിരെ ഈ 93 വയസ്സായിട്ട് 30 കൊല്ലമായിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായിട്ട് ഇരിക്കുന്ന വ്യക്തികളൊക്കെ സംസാരിക്കുമ്പോ യാഗകർമ്മങ്ങൾ ചിലതൊക്കെ പകുതിക്ക് വെച്ച് പറയണ എന്താ അറിയോ? യാഗകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഗ്രന്ഥഭാഗം ശ്രൗതസൂത്രം, രാഷ്ട്രഭരണ നിയമം. ആ വിഷ്ണു ധർമ്മശാസ്ത്രം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത് BC 330 നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിപ്പിക്കുന്ന രീതിയിലാണ്. 2300 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ അധ്യാപകനായിട്ട് പഠിപ്പിക്കുന്ന രീതിയിലാണ്. ധർമ്മശാസ്ത്രം നിങ്ങൾ വായിച്ചാൽ കരഞ്ഞു പോകും. എന്താ കാരണം അറിയാലോ? മൂന്നാമത്തേത്, ഗൃഹസ്ഥന്മാര് ആചരിക്കേണ്ട നിയമങ്ങൾ അടങ്ങുന്ന ഗൃഹ്യസൂത്രം, മരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ അടങ്ങുന്ന പിതൃമേധസൂത്രം. ഇവ ബൗദ്ധായനൻ, ഏറ്റവും പ്രാചീന ഗ്രന്ഥം ബൗദ്ധായനാണ്.
അദ്ദേഹമാണ് പൈത്തഗോറസ് തിയറം കണ്ടുപിടിച്ചത്. ദീർഘചതുരസ്രസ്യ ക്ഷണയാ രജ്ജുഃ പാർശ്വമാനി തിര്യന്മാനി ച യത് പൃഥക് ഭൂതേ കുരുതസ്തത് ഉഭയം കരോതി. ഇതാണ് പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ് ബൗദ്ധായന. ഈ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്ന ബൗദ്ധായന ത്രികോണ സിദ്ധാന്തം. അപ്പൊ കൽപ്പശാസ്ത്രം അതിബൃഹത്താണ്. 4 പേരുകള് സാധിക്കുമെങ്കിൽ ഓർമ്മിക്കാം. ബൗദ്ധായനം, കാത്യായനം, ആപസ്തംഭം, മാനവം. ബൗദ്ധായനം, കാത്യായനം, ആപസ്തംഭം, മാനവം. 4 കൽപ്പശാസ്ത്രങ്ങളുണ്ട്. 26 ജ്യോതിഷ ഗ്രന്ഥങ്ങള്. ജ്യോതിഷത്തില് ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, പ്രവചനം 3 പ്യുവർ മാത്തമാറ്റിക്സ്, അത് സയൻസാണ് ജ്യോതിഷത്തില്. പ്യുവർ അസ്ട്രോണമി, അത് സയൻസാണ്. പ്രഡിക്ഷൻ പാർട്ട് സയൻസ് അല്ല. അതുകൊണ്ട് ജ്യോതിഷത്തിൽ അനവധി ഗ്രന്ഥങ്ങള്. വേദാംഗങ്ങളിൽ 6ാമത്തെ ജ്യോതിഷത്തില് ഏതാണ്ട് 10,000-ഓളം മാത്തമാറ്റിക്സ് ഗ്രന്ഥങ്ങള്. അത്ര തന്നെ ജ്യോതിശാസ്ത്ര അസ്ട്രോണമിക്കൽ ഗ്രന്ഥങ്ങൾ ഭാരതത്തിലുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് നിങ്ങളോട് ഒരു വരി പറഞ്ഞു. നിർഭാഗ്യവശാൽ ഈ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന മുഴുവനും ഭൂതസംഖ്യ ഉപയോഗിച്ചിട്ടാണ്. കേരളത്തിൽ എഴുതിയിരിക്കുന്ന 200-ഓളം ഗ്രന്ഥങ്ങള് കടവയാതി നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാ. ഈ 2 നമ്പറും പഠിപ്പിക്കാതെ ഭാരതത്തിന്റെ ഗണിതശാസ്ത്ര പൈതൃകം എങ്ങനെയാ മനസ്സിലാവുക? ആയുരാരോഗ്യ സൗഖ്യം കൃഷ്ണ എന്ന നാരായണീയത്തിന്റെ അവസാനത്തില് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് എഴുതിയത് എന്താണെന്നറിയോ? കലിയുഗം തുടങ്ങി 17,19,720 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനിത് എഴുതി തീർത്തത്. ആ നമ്പറാണ് ആയുരാരോഗ്യ സൗഖ്യം. 1492 സെപ്റ്റംബർ മാസം 12. അതാണ് കാൽക്കുലേറ്റ് ചെയ്ത. കലിയുഗം തുടങ്ങിയിട്ട് 5118 വർഷമാണിത്. എന്നാ കലിയുഗം തുടങ്ങിയെന്ന് ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്കും ഒരു വികാരവും ഇല്ലാണ്ട് അയാൾ പറഞ്ഞു 1947 ആഗസ്റ്റ് 15 അന്ന് വരെ നമ്മുടെ പൈതൃകം വിദേശികൾ നശിപ്പിച്ചു. അതിനുശേഷം അത് നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുത്തു. ആ 2 നമ്പർ സമ്പ്രദായം വിട്ടുപോയത്. 10 മിനിറ്റ് മതി പഠിക്കാൻ. അതാണ് നിർഭാഗ്യവശാൽ. ഓർമ്മിക്കുക, ആ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇന്നും സൂപ്പർ അസ്ട്രോണമി, അത് 2ഉം ഒരു പുസ്തക രൂപത്തിൽ ഞാൻ വെറുതെ എഴുതി. ആ പുസ്തകം UGC വരുത്തി തീസീസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് 2002 സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഗോപാലകൃഷ്ണന് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന ആദ്യമായിട്ട് 1947 ശേഷം കൊടുത്തത്, ഡീലിറ്റ് തന്നത്. അത്രയ്ക്കും അറിവ് നാട്ടിലുണ്ട് ജ്യോതിഷത്തെക്കുറിച്ച്. നിർഭാഗ്യവശാൽ നമ്മൾ അതിനെ എതിർക്കാനും പുച്ഛിക്കാനും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളല്ല. നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ല. ആദ്യത്തെ 12 മിനിറ്റിൽ 4 കോട്ടുവായ വിട്ട ആള് പിന്നെ കോട്ടുവായ വിട്ടിട്ടില്ല. ഓർമ്മിക്കുക, അത് കോട്ടുവായ വിടാതിരിക്കാൻ കാരണം ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടൊന്നുമല്ല, ഈ വിഷയത്തിന്റെ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, ഇതിനെ ഇങ്ങനെ എതിർക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എത്രയോ പേരെ പാമ്പ് കടിക്കുന്നു. 6ാമത്തെ പാർട്ട് ഉപവേദങ്ങള്. അതും കൂടി കഴിഞ്ഞാല് പിന്നെ ഈ ക്ലോക്കിനോട് എനിക്ക് ഉത്തരം പറയണം. ആ 4 വാക്കുകൾ കൂടി ഓർമ്മിക്കുക. ഉപവേദങ്ങൾ മുഴുവനും സയന്റിഫിക് ഗ്രന്ഥങ്ങളാണ്. പ്യുവർലി ഋഗ്വേദത്തിന്റെ ഉപവേദം എക്കണോമിക്സ്, അർത്ഥശാസ്ത്രം. യജുർവേദത്തിന്റെ ഉപവേദം ധനുർവേദം, സയൻസ് ഓഫ് ആർച്ചറി. സാമവേദത്തിന്റെ ഉപവേദം ഗാന്ധർവവേദം, ദ സയൻസ് ഓഫ് മ്യൂസിക് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് ഡാൻസ്. അഥർവവേദത്തിന്റെ ഉപവേദം ആയുർവേദം, ദ സയൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് മെഡിസിൻ,
പ്ലസ് സ്ഥാപത്യവേദം, സിവിൽ എഞ്ചിനീയറിംഗ്. പെട്ടെന്നൊന്ന് വായിക്കാം. ഓരോ വേദത്തിനും ഉപവേദമുണ്ട്. വേദങ്ങൾ ആത്മീയ ഗ്രന്ഥങ്ങള്, അതിനോട് ചേർന്ന് ഉപവേദങ്ങൾ ശാസ്ത്രീയ ഗ്രന്ഥങ്ങള്. വേദങ്ങൾ ആത്മീയ ഗ്രന്ഥങ്ങള്, അതിന്റെ ഉപവേദങ്ങള് ശാസ്ത്രീയ ഗ്രന്ഥങ്ങള്. ഓരോ വേദത്തിനും ഉപവേദമുണ്ട്. അതിൽ ഭൗതിക വിഷയമായിരിക്കും ആത്മീയതയുടെ പിൻബലത്തോടെ വിവരിക്കുന്നത്. ഒരു സബ്സിഡിയറി പോലെ ആണ് ഉപവേദങ്ങള്. ഉപവേദങ്ങൾ 4 തത്തുല്യ പ്രാധാന്യമുള്ള 2 ഗ്രന്ഥങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ 4+2 ഉപവേദങ്ങൾ. 27ാമത്തെ പോയിന്റ്, അർത്ഥശാസ്ത്രം. ഋഗ്വേദത്തിന്റെ ഉപവേദം ചാണക്യന്റെ അർത്ഥശാസ്ത്രം പോലെ 18 അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഋഗ്വേദത്തിന്റെ ഉപവേദമായിട്ടുണ്ട്. ആ ഉപവേദങ്ങളെല്ലാം പഠിച്ച് അതിന്റെ എസൻസ് ആയിട്ടാണ് ചാണക്യൻ അർത്ഥശാസ്ത്രം എഴുതിയത്. 2 പുസ്തകം ചാണക്യൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് ചാണക്യന്റെ അർത്ഥശാസ്ത്രം, 2 ചാണക്യ നീതിസാരം. ലോകത്തിൽ 3 പുസ്തകങ്ങള്. 1 ചാണക്യന്റെ അർത്ഥശാസ്ത്രം, 2 പാണിനിയുടെ അഷ്ടാധ്യായി, 3 ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഇത് 3 ഗ്രന്ഥത്തിലും ഒരു വാക്കുപോലും അനാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഒരു വാക്കുപോലും അനാവശ്യമായിട്ട് ഉപയോഗിക്കാത്ത 3 ഗ്രന്ഥങ്ങളാണ്. ഭാഷ പ്രയോഗത്തിലും പെർഫെക്ഷൻ നിലനിൽക്കുന്ന 3 ഗ്രന്ഥങ്ങള്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം പോലെ 18 അർത്ഥശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഋഗ്വേദത്തിന്റെ ഉപവേദമായിട്ടുണ്ട്. 28 ധനുർവേദം, യജുർവേദത്തിന്റെ ഉപവേദമാണ് ധനുർവേദം. ദ സയൻസ് ഓഫ് ആർച്ചറി, യുദ്ധനീതികള്. എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെ ആയുധങ്ങൾ ഉണ്ടാക്കണം, എങ്ങനെ ആയുധങ്ങൾ പ്രയോഗിക്കണം, എത്ര മണിക്ക് യുദ്ധം തുടങ്ങണം, എത്ര മണിക്ക് അവസാനിപ്പിക്കണം, സമഗ്രമായ യുദ്ധനീതി. ദ്രോണാചാര്യരെഴുതിയ യുദ്ധതന്ത്രം, അതിലെ യുദ്ധ നിയമങ്ങള്, അതിലുള്ള യുദ്ധോപകരണ വിവരണങ്ങളാണ് ധനുർവേദ വിഷയം. അങ്ങനൊരു പുസ്തകം ഉണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളതല്ലാതെ ആ പുസ്തകം എവിടെയെങ്കിലും ലഭിച്ചതായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ ആ ധനുർവേദത്തിലുള്ള പൂർണ്ണ വിവരണം മഹാഭാരതം യുദ്ധപർവത്തില് സവിസ്തരം നൽകുന്നുണ്ട്. 29 ഗാന്ധർവവേദം, സാമവേദത്തിന്റെ ഉപവേദം. സംഗീതവും നൃത്തവും വാദ്യോപകരണങ്ങളുമെല്ലാം ചേരുന്നതാണ് സാമവേദത്തിന്റെ ഉപവേദമായ ഗാന്ധർവവേദം. ഏതാണ്ട് 1000-1500 വർഷങ്ങൾക്ക് മുമ്പ് സാർങ്ങധരന്റെ സംഗീതരത്നാകരം അത്ര ഗംഭീരമായി ഓർമ്മിക്കുക, വെറുതെ ഓർമ്മിക്കുക. 7 അക്ഷരങ്ങൾ കൊണ്ട് ലോകത്തിലെ ഏത് പാട്ടിനെയും വശത്താക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം നാവിനെ നൽകിയത്രേ മനുഷ്യരെ പാരിൽ അയച്ചതീശൻ. ശങ്കരാഭരണം എന്ന സിനിമ നിങ്ങൾ കണ്ടു കാണും. ശങ്കരശാസ്ത്രിയെ കളിയാക്കിക്കൊണ്ട് പോപ്പ് മ്യൂസിക് പാടിയ 2-3 കുട്ടികളുടെ അടുത്ത് ഈ കർണാടക സംഗീതത്തിൽ 72 രാഗങ്ങളിൽ ഒരെണ്ണം ആലപിച്ച് പാട്ട് പാടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് പറ്റിയില്ല. അവരുടെ പോപ്പ് മ്യൂസിക് ശങ്കരാഭരണം ശങ്കരശാസ്ത്രി അടിച്ച് കലക്കി പാടിയ ഒരു സീൻ ആലോചിച്ചാൽ മനസ്സിലാക്കാം. 7 അക്ഷരങ്ങളില് ഒന്ന് കൂട്ടിയിട്ടോ ഇല്ല, ഒന്ന് കുറച്ചിട്ടോ ഇല്ല. സപ്തസ്വരം. അന്നും 7 അക്ഷരം, ഇന്നും 7 അക്ഷരം. ആ അക്ഷരത്തിന്റെ പ്രത്യേകത മാത്രം. അതുപയോഗിച്ച് ഇന്നത്തെ ദേശീയ ഗാനവും പാടാം, റഷ്യൻ ദേശീയ ഗാനവും പാടാം, അമേരിക്കൻ ദേശീയ ഗാനവും പാടാം. 4 ദിവസം മുമ്പ് ഞാൻ അബുദാബിയിലായിരുന്നു. ഈ സമയത്ത് അവിടത്തെ ദേശീയ ഗാനവും വയലിൻ കൊണ്ട് പാടി. ഇവിടേക്ക് വരുന്നതിന് 3 ദിവസം മുമ്പ് ഞാൻ വിശാഖപട്ടണത്തായിരുന്നു. ഭാരതീയ ദേശീയ ഗാനവും അവിടെ ഒരാള് ഹാർമോണിയം ഉപയോഗിച്ച് ആലപിച്ചു. ഞാൻ പറയുന്നത് 7 അക്ഷരത്തിൽ ഒന്നും ചേർത്തിട്ടോ ഇല്ല, ഒന്നും കളയാതെ ഒരു സംഗീതത്തിന്റെ മാസ്മരിക ലോകം സൃഷ്ടിച്ച ഭാരതീയര്. ആരോ ഒരാള് ആരാധ്യനായ ഗാനഗന്ധർവൻ യേശുദാസിനോട് ചോദിച്ചു, പുതിയ
രാഗങ്ങൾ ആരോ കണ്ടുപിടിച്ചു എന്ന് കേട്ടു. എന്താണ് അഭിപ്രായം? പുതിയ രാഗങ്ങളൊന്നും കണ്ടുപിടിക്കാനില്ല, അറിയാത്തത് കൊണ്ട് തോന്നിയതാണ് പുതിയ രാഗം കണ്ടുപിടിച്ചു എന്ന്. അതൊക്കെ പണ്ടേ ഉള്ളതാണ്. വളരെ സ്പീഡിലാണ് അങ്ങേര് പറഞ്ഞത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. 30ാമത്തെ പോയിന്റ്, ആയുർവേദം അഥർവവേദത്തിന്റെ ഉപവേദം. അഥർവവേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. സ്ഥാപത്യവേദം, തച്ചുശാസ്ത്രം, സിവിൽ എഞ്ചിനീയറിംഗ്, അതും അഥർവവേദത്തിന്റെ ഉപവേദമാണ്. പിന്നെ പൊതുവേ ഉള്ള അഭിപ്രായം 31ാമത്തെ പോയിന്റ്, കാമശാസ്ത്രം, വാസ്തുവിദ്യ പ്ലസ് നാട്യശാസ്ത്രം, ഇത് ഉപവേദത്തിന് സമാനമായ ഗ്രന്ഥങ്ങളാണ് എന്ന് വിവരിക്കും. സമയമായി, സന്തോഷമുണ്ട്. ധന്യമായ ഈ വേദിയിൽ സത്യത്തിൽ ഞാൻ ഭയപ്പെട്ടിരുന്നു, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ബോറിംഗ് ആവുമോ എന്ന്. ഇല്ല, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, എനിക്കറിഞ്ഞൂടാ. സന്തോഷമുണ്ട്. വായിക്കണം, ഇത് പഠിക്കണം. എത്ര വിഷമം തോന്നിയാലും ഈ ഷീറ്റ് കളയരുത്. 10-16 സിലബസ് ബേസ്ഡ് ഷീറ്റുകൾ പുറത്തുണ്ട്. കുറേ പുസ്തകങ്ങളുണ്ട്. മൊബൈൽ നമ്പർ, ഇമെയിൽ ഉണ്ടെങ്കിൽ പുറത്ത് കൊടുക്കണം. വേദം പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേദത്തിൻ്റെ CD-യോടുകൂടിയ പുസ്തകമുണ്ട്. CD പ്ലേ ചെയ്ത് പുസ്തകത്തിൽ നോക്കിയിരുന്നാൽ പഠിക്കാൻ സാധിക്കും. പഠിക്കണം, പഠിക്കണം. നെഞ്ചത്ത് കൈവച്ച് കുറേ കാലമായിട്ട് ഇവിടെ പ്രഭാഷണത്തിന് വരുന്ന ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു തൊഴുകയോടെ, കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ വേറെ ആരും മുമ്പോട്ട് വരില്ല. ഭാരതം മരിക്കില്ല. ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങൾ മരിക്കാൻ അനുവദിക്കരുത്. ഞാനും നിങ്ങളും പഠിച്ചില്ലെങ്കിൽ വേറെ ആരും അത് പഠിച്ചടുത്ത തലമുറയ്ക്ക് കൊടുക്കില്ല. സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിന് ഇത്രയും അധികം ആൾക്കാർ വന്നതിൽ. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള കൃതജ്ഞതയോടുകൂടി നമുക്ക് ഒരുമിച്ചൊരു മന്ത്രം ചൊല്ലാം. ഞാൻ പറഞ്ഞു തരാം. അത് ഓം ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാ തേജസ്സേ, നിന്റെ മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു. 10,000-ലധികം വർഷത്തെ പാരമ്പര്യമുള്ളൊരു സംസ്കാരത്തിന് ഉജ്ജ്വലമായി തുടക്കം കുറിച്ച ഋഷിവര്യന്മാരെ, മഹായോഗികളെ, നിങ്ങളെ ഞാൻ പ്രണമിക്കുന്നു. ഈ ഭൂമിയിൽ വന്ന് ജീവിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള പിതൃക്കളെ, നിങ്ങളെ ഞാൻ പ്രണമിക്കുന്നു. നമുക്കകത്തും പുറത്തുമുള്ള മഹാചൈതന്യത്തെ ഞാൻ നിത്യവും 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 പ്രണമിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സന്യാസിമാർക്കും ഇത് മുഴുവനും ഉജ്ജ്വലമായി നടത്തിയ കർമ്മയോഗികൾക്കും ഗോപാലകൃഷ്ണന്റെ പ്രാർത്ഥന ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭാരതമാതാവും 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 ഋഷീശ്വരന്മാരും ജഗതീശ്വരനും ശ്രീകൃഷ്ണനും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം പ്രണാമം പ്രണാമം.